PK ലേണിങ്സിൻ്റെ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ പോകുന്ന BScയുടെ ലാസ്റ്റ്, അതായത് ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഒപ്പീനിയൻസ് ഓഫ് എക്സ്പേർട്ടുകളാണ്, വിദഗ്ധന്മാരുടെ അഭിപ്രായം. അതായത് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന അതെന്ന് പറഞ്ഞ് പ്രൊവിഷൻസ് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിറ്റ്നസ്സുകൾ, സാക്ഷികൾ, സാക്ഷിമൊഴികൾ എപ്പോഴൊക്കെയാണ് ഈ സാക്ഷിമൊഴികൾ എന്ന് പറയുന്നത് പ്രസക്തമാകുന്നത് എന്നുള്ള റിലവൻസ് ഓഫ് ഫാക്റ്റ്, അല്ലെങ്കിൽ ഈ ഫാക്റ്റുകൾ, സർക്കംസ്റ്റാൻസുകൾ, വിറ്റ്നസ് ടെസ്റ്റിമോണികൾ, ഈ പറയുന്നതെല്ലാം എപ്പോൾ പ്രസക്തമാകുമെന്നും എങ്ങനെയൊക്കെ പ്രസക്തമായതാണ് കോടതി ഒരു തെളിവായി സ്വീകരിക്കുന്നത് എന്നുമാണ് തൊട്ട് മുമ്പിലുള്ള പ്രൊവിഷൻസിൽ നമ്മൾ കണ്ടത്. സോ അങ്ങനെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾക്ക് എപ്പോഴും അതിൽ തന്നെ നമ്മൾ മറ്റൊരു പ്രൊവിഷൻ സെക്ഷൻ 32-36 നമ്മൾ കണ്ട മറ്റൊരു പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ കണ്ടൊരു കാര്യം, ആൾ മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ആളെ നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ചില സാഹചര്യത്തിലൊക്കെ എന്ത് വരാം, സാക്ഷി മൊഴികൾ കൊടുത്ത ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റാതെ ഇരിക്കാം. ഇനി അതൊന്നുമല്ല, ഇനി മറ്റൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോടതികൾ എന്ന് പറയുന്നത്, കോടതികൾക്ക് നിയമമേ അറിയുള്ളൂ. ആ നിയമങ്ങളും നിയമവശങ്ങളും മാത്രമേ അറിയുള്ളൂ. ഒരു കോടതിയുടെ അടുത്ത് ഒരു സർജറി എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനറിയില്ല. ഒരു കോടതിയുടെ അടുത്ത് ഒരാളുടെ മരണകാരണം, ആ മരണകാരണം എങ്ങനെയാണ് എന്നുള്ളത് അതൊരു ഫോറൻസിക് വിദഗ്ധൻ എന്ത് ചെയ്യണം, അത് സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം. ഈ പറയുന്ന വെള്ളത്തിൽ കിടന്നൊരു ബോഡി കിട്ടി, ആ വെള്ളത്തിൽ കിടന്ന് ബോഡി കിട്ടിക്കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ കിടന്ന് തന്നെയാണോ മരിച്ചത്? അപ്പോൾ അയാളുടെ ശ്വാസകോശത്തിലുള്ള ആ പറയുന്ന വെള്ളം എടുക്കണം, വെള്ളത്തിൻ്റെ സാമ്പിൾ എടുക്കണം, അതിനകത്ത് ആ പറയുന്ന കുളത്തിലോ തോടിലോ ഒക്കെ കിടന്നിട്ടുള്ള വെള്ളത്തിൽ നോർമലായിട്ട് വളരുന്ന ആൽഗകളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. സോ ഈ കേസുകളിലെല്ലാം തന്നെ കോടതിയല്ല അഭിപ്രായം പറയുന്നത്, മറിച്ച് കോടതി ഡിപ്പെൻഡ് ചെയ്യാണ്. ആരെയാണ് കോടതി ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒരു തേർഡ് പാർട്ടിയെ. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒപ്പീനിയൻസ് ഓഫ് തേർഡ് പേഴ്സൺസ്, അതായത് ഇതിനകത്ത് ഈ പറയുന്ന വ്യക്തികൾ, ഒപ്പീനിയൻ പറയുന്ന ആൾക്കാർ ഈ കേസുകളിനകത്ത് എന്തായിരിക്കില്ല, ഒരിക്കലും ഒരു കക്ഷി ആയിരിക്കില്ല. ദാറ്റ് മീൻസ് കക്ഷികളല്ലാത്ത ആളുകളുടെ അഭിപ്രായം എപ്പോൾ പ്രസക്തമാണ്. അതാണ് നമ്മൾ ഇനി 39 മുതൽ നമ്മൾ മുമ്പിലേക്ക് പഠിക്കാൻ പോകുന്ന പ്രൊവിഷൻസ്. അതാണ് പറയുന്നത്, കക്ഷികളല്ലാത്ത ആളുകളുടെ അഭിപ്രായം എപ്പോഴാണ് പ്രസക്തം. അപ്പോൾ ഈ കക്ഷികളല്ലാത്ത ആളുകൾ ആരായിട്ടാണ് നമ്മൾ കാണുന്നത്? തേർഡ് പാർട്ടികൾ. ഈ തേർഡ് പാർട്ടികൾ വെറുതെ പോകുന്ന തേർഡ് പാർട്ടികളൊന്നുമല്ല, വിദഗ്ധന്മാരാണ്. ഇപ്പോൾ നമ്മൾ BNS പഠിക്കുന്ന ആൾക്കാരാണ്, ഭാരതീയ ന്യായ സംഹിത പഠിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഒക്കെ ആയ ആൾക്കാരാണ്. അതിൽ നമ്മൾ ഒരു ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്ന ചില പോർഷൻസിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൽ നിതിൻ എന്ന് പറയുന്ന ഒരാൾ മതീഷിനെ തല്ലിക്കൊന്നു എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ കൊല്ലുന്ന ഒരു അവസരത്തിൽ നിതിൻ എന്ന് പറയുന്ന ഒരാൾ ഇൻസെയിൻ ആയിട്ടാണ് ആക്ട് ചെയ്തത്. ഇൻസാനിറ്റിയാണ്, അതായത് മാനസിക നില തെറ്റി അറ്റ് ദ ടൈം ഓഫ് ഡൂയിങ് സച്ച് ആൻ ആക്ട് incapable of doing the nature of the act, what is the consequence of the act എന്ന് ഇയാൾക്ക് അറിയില്ല. അപ്പം നിതിൻ എന്ന് പറയുന്ന ആൾ പറയോ, കോടതി ഞാൻ അറിഞ്ഞില്ല, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിതിൻ ഇൻസേൻ ആണ് അറ്റ് ദ ടൈം ഓഫ് ഡൂയിങ് സച്ച് ആൻ ആക്ട് എന്ന് പറയുന്നത് അതൊരു രജിസ്റ്റേർഡ്, ആ പറയുന്ന തരത്തിലുള്ള കേസുകൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള മെഡിക്കൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ നിതിനെ പരിശോധിച്ച് മാനസിക നില പരിശോധിച്ച് ഈ പറയുന്ന ഇൻസാനിറ്റി ഇയാൾക്ക് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം. സോ കോടതി എന്ത് ചെയ്യുന്നു? ആ പറയുന്ന വിദഗ്ധൻ്റെ അഭിപ്രായത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കക്ഷികളല്ലാത്ത ആളുകളുടെ ആ കക്ഷികളല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ വിദഗ്ധന്മാരെന്ന് വിളിക്കുന്നത്. സോ സെക്ഷൻ 39 തൊട്ട് നമ്മൾ പഠിച്ചു പോകുന്നു. സെക്ഷൻ 39 പറയുന്ന ഒപ്പീനിയൻസ് ഓഫ് എക്സ്പേർട്ടുകളാണ്. എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ വിദഗ്ധന്മാരാണ്. അപ്പോൾ വിദഗ്ധന്മാരുടെ അഭിപ്രായം എപ്പോഴാണ് കോടതികൾ സ്വീകരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എപ്പോഴാണോ പോയിന്റ് ഓഫ് ഫോറിൻ ലോ എന്ന് പറയുമ്പോൾ, അതായത് ഒരു വിദേശ നിയമം എന്ന് പറയുമ്പോൾ, കോടതികൾ എന്ന് പറയുന്നത് അറിയാം നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ലോ ഓഫ് ദ നേഷൻ, ഈ രാജ്യത്തെ നിയമങ്ങളായിരിക്കും കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. ഫോറിൻ ലോകളിൽ അത്ര എക്സ്പേർട്ട് ആയിരിക്കില്ല. അതേസമയം ഫോറിൻ ലോകൾ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധന്മാർ മറ്റുള്ളവർ കാണും. അപ്പോൾ ഫോറിൻ ലോകളിലോ
അതല്ലെങ്കിൽ സയൻസ് ശാസ്ത്രത്തിലോ അതല്ലെങ്കിൽ കലാപരമായിട്ടുള്ളതോ പിന്നെ അതല്ലെങ്കിലോ അല്ലെങ്കിൽ ഓർ എനി അതർ ഫീൽഡ് ഇതുപോലെ കോടതിക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന നിയമമല്ലാതെ മറ്റേതൊരു ഫീൽഡിലും കോടതിക്ക് ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഏതൊരു ഫീൽഡ് ആയിക്കോട്ടെ അവിടെ എന്ത് ചെയ്യണം? ആസ് ടു ഐഡൻറ്റിറ്റി ഓഫ് ഹാൻഡ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോഴെന്താണ് ഒരു വ്യക്തിയുടെ കൈപ്പട തിരിച്ചറിയേണ്ടി വരും. ഓക്കെ, ഹാൻഡ് റൈറ്റിംഗ് തിരിച്ചറിയേണ്ടി വരും. അതല്ലെങ്കിൽ ഫിംഗർ ഇംപ്രഷൻസ് തിരിച്ചറിയേണ്ടി വരും. ഓക്കെ, അത് ഒന്ന് അല്ലെങ്കിൽ വിരലടയാളം അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ഇതൊക്കെ ഇന്ന ആളുടേത് തന്നെയാണ് എന്ന് തിരിച്ചറിയേണ്ടതായിട്ട് വരും. അപ്പോൾ കോടതി എന്ന് പറയുന്നത് എന്തല്ല, ഒരു കോർട്ട് ഈസ് നോട്ട് എ ഫിംഗർ എക്സ്പേർട്ട് അല്ല, അതല്ലെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ട് അല്ല. സോ അപ്പോൾ ഈ തരത്തിൽ ഒപ്പീനിയൻസ് എന്ന് പറയുന്നത് ഒപ്പീനിയൻസ് അപ്പോൺ ദാറ്റ് പോയിന്റ് ഓഫ് പേഴ്സൺസ്, ഇത്തരത്തിൽ എന്താണ് അഭിപ്രായങ്ങൾ രൂപീകരിക്കേണ്ടി വരുമ്പോൾ എന്താണ് പേഴ്സൺ സ്പെഷ്യലി സ്കിൽഡ് ഇൻ സച്ച് ഫോറിൻ ലോ. അപ്പോൾ എന്താണ് ശാസ്ത്രത്തെക്കുറിച്ചോ കലയെക്കുറിച്ചോ വിദേശ നിയമങ്ങളെക്കുറിച്ചോ ഇനി അതുമല്ലെങ്കിൽ ഇതുപോലെ തന്നെ കണക്റ്റഡ് ആവുന്ന മറ്റേതെങ്കിലും ഫീൽഡുകളെക്കുറിച്ചോ അതുമല്ല എന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഐഡൻറ്റിറ്റിയോ അതല്ലെങ്കിൽ ഫിംഗർ ഇംപ്രഷൻസിനെ കുറിച്ചൊക്കെ അറിയേണ്ടി വരുന്ന സമയത്ത് അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ നമ്മൾക്ക് എന്താ വേണ്ടത്? ഐഡൻറ്റിറ്റിയാണ് അറിയേണ്ടത്. ഇത് മതീഷ് എഴുതി വെച്ച ലെറ്റർ ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് നിതിൻ എന്താണ് സിഗ്നേച്ചർ ഇട്ടത് തന്നെയാണോ, നിതിൻ തന്നെയാണോ ഈ സിഗ്നേച്ചർ ഇട്ടത് എന്നാണ് നമ്മുടെ ചോദ്യമെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോടതിക്ക് അറിയില്ല. കോടതി നോക്കുമ്പോൾ ഇത് മതീഷ് തന്നെ ഒപ്പിട്ടതാണ്, ഇതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഹാൻഡ് റൈറ്റിംഗ് നിതിൻ്റെ ആണ് എന്ന് കോടതിക്ക് ഒരിക്കലും ഒപ്പീനിയൻ പറയാൻ പറ്റില്ല. അതിൽ എക്സ്പേർട്ടുകളുടെ കാരണം എന്താണ്, അത് ആരാണോ ഈ പറയുന്നത് ഇത് മതീഷ് തന്നെയാണ് ഒപ്പിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് കക്ഷികളായിരിക്കും ചിലപ്പോൾ എന്ത് കൊടുക്കുന്നത്, എക്സ്പേർട്ട് ഒപ്പീനിയൻ തന്നെ കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് കൊടുക്കുന്ന വ്യക്തികളെ ഈ വിദഗ്ധ അഭിപ്രായം പറയാൻ കഴിവുള്ള ആൾക്കാരെയും അത് കൊടുക്കുന്ന ആൾക്കാരെയും എന്താണ് എക്സ്പേർട്ടുകളെന്നും വിളിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോടതിക്ക് എന്ത് ചെയ്യാം? കോടതിക്ക് ഈ പറയുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ തിരക്കാം, ഇല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാമെന്നുള്ളതാണ്. അവിടെ തീരുന്നില്ല അവിടെ പറയുന്ന കാര്യം. അപ്പോൾ ഇവിടെ 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ ചോദിക്കണം, ഇതിനോട് തന്നെ ഒരു ചോദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർ എക്സാമ്പിൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഇനി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കേസിൽ ഒരു ഡോഗ് എന്താണ് ഓക്കെ അപ്പോൾ കള്ളനെ കണ്ടുപിടിക്കണം. ഓക്കെ, മോഷ്ടിച്ചുകൊണ്ട് മതീഷ് ഓടിയ വഴിക്ക് എന്താണ് ആ മതീഷ് ഓടിയ വഴിക്ക് നമ്മൾ എന്താണ് പോലീസ് ഡോഗ് സ്ക്വാഡിൻ്റെ എന്താണ് ഹെൽപ്പ് തേടുകയാണ്. ഓക്കെ, സഹായം തേടുന്നു. പട്ടി വരുന്നു. എന്തായാലും മതീഷിൻ്റെ ആ ഒരു മണം ഈ പട്ടി എന്ത് ചെയ്യുന്നു, പിന്തുടർന്ന് കണ്ടുപിടിക്കുന്നു. അങ്ങനെ മതീഷ് ഉള്ളിടത്തേക്ക് ചെല്ലുന്നു. ചെന്ന് അയാളെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഈ നായ വരികയും അപ്പോൾ ഡോഗ് സ്ക്വാഡിൻ്റെ ഈ പറയുന്ന സഹായം സ്വീകരിച്ചുകൊണ്ട് എന്താണ് പ്രതിയെ പിന്തുടർന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്തൊരിത് എന്ത് വേണം, ഡോഗ് സ്ക്വാഡിൻ്റെ ആണ് ഹെൽപ്പ് തേടിയത്, അതിനകത്ത് എക്സ്പേർട്ട് വേണം, എക്സ്പേർട്ട് ഒപ്പീനിയൻ വേണം. ഓക്കെ, ഇന്ന സാഹചര്യങ്ങളാണ് എന്നുള്ളത് അത് തെളിയിക്കണം. ഇനി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഒന്ന് ഈ വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങൾ വെദർ ദി ഒപ്പീനിയൻസ് ഓഫ് ദ എക്സ്പേർട്സ് ആർ ഓൾവേസ് റെലവൻ്റ് എന്നുള്ളതാണ്. വിദഗ്ധന്മാരുടെ അഭിപ്രായം റെലവൻ്റ് ആണോ, പ്രസക്തമാണോ എന്നൊരു ചോദിക്കുമ്പോൾ അപ്പോൾ ഇപ്പം വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങൾ പ്രസക്തമാണോ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. എന്ത് പ്രസക്തി എന്നല്ല, എന്താണ് ഇതിൽ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടുകളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ചില ആൾക്കാർക്ക് കള്ള ഒപ്പിടും, അക്ഷരം മാറ്റിയൊക്കെ എഴുതും. ഇനി അതൊക്കെ ഇതിൽ എക്സ്പേർട്ടുകളുണ്ട്. അവരുടെ കയ്യിൽ ഈ പറയുന്ന എന്താണ് ഇഷ്യൂ ആയിട്ടുള്ള ഇപ്പോൾ ഈ ഒരു ലെറ്റർ എന്താണ് മതീഷ് എഴുതിയോ എന്നാണ് നമ്മുടെ എന്താണ് ചോദ്യം. അപ്പോൾ കോടതിയിൽ അത് ഇഷ്യൂ ആയി, അങ്ങനെ കേസായി, അങ്ങനെ ഒരു ഡിഫറൻഷ്യ വന്നപ്പോഴാണ് കേസാവുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? കോടതി എന്ത് വരുന്നു, ഈ പറഞ്ഞ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടിനെ വിളിക്കുന്നു. ആൾ അവിടെ ഇരുന്ന് അതെല്ലാം നോക്കി എന്നിട്ട് പറയുന്നു ഇത് മതീഷ് എഴുതിയതല്ല എന്ന് പറയുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഇയാളെ ഭീഷണിപ്പെടുത്തി എഴുതിപ്പിച്ചതാണ്, നോർമൽ ഹാൻഡ് റൈറ്റിംഗ് അല്ല ഈ പറയുന്ന മനുഷ്യൻ്റെതെന്നൊക്കെ പറയാണ്. സോ ഇങ്ങനെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കോടതിക്ക് ഇത് എഴുതിയത് തന്നെയാണോ ബി എഴുതിയത് തന്നെയാണോ അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണോ കോടതിക്ക് അറിവില്ലാത്ത കാര്യങ്ങളിൽ കോടതിക്ക് മറ്റ് വ്യക്തികളുടെ എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയൻ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്, ആ സാഹചര്യങ്ങളിലൊക്കെയും ഈ വിദഗ്ധന്മാരുടെ അഭിപ്രായം എക്സ്പേർട്ടുകളുടെ അഭിപ്രായം എന്ത് തന്നെയാണ് പ്രസക്തമാണ് എന്നുള്ളതാണ്. ഇനി അടുത്ത മറ്റൊരു കാര്യം,
ഞാനാണ് എന്തെന്ന് പറയുന്നത് ഒരു എക്സ്പേർട്ട് എന്ന് പറയുന്ന ഫിംഗർ പ്രിൻ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടാണ് ഞാനെന്ന്, അതല്ലെങ്കിൽ ഒരു ഫോറൻസിക് എക്സ്പേർട്ടാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അഭിപ്രായം കോടതി എന്ന് പറയുന്ന ഈ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെദർ കോർട്സ് ആർ ബൗണ്ട് ബൈ ദി ഒപ്പീനിയൻസ് ഓഫ് ദീസ് എക്സ്പേർട്ടുകൾ എന്നുള്ളതാണ്. ഈ ഒപ്പീനിയൻ ഇവന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പേർട്ടുകളാണ്. ഈ ഇവന്മാർ പറയുന്ന എന്താണ് അഭിപ്രായങ്ങൾ എപ്പോഴും കോടതി അങ്ങനെ തന്നെ അങ്ങെടുത്ത്, അതായത് കംപ്ലീറ്റ് ബൗണ്ട് ആയിരിക്കണം, ബാധ്യസ്ഥരാണോ ഇവർ പറയുന്നത്. ഞാൻ പറയുന്ന അഭിപ്രായം എപ്പോഴും കോടതി അങ്ങനെ തന്നെ എടുത്ത് എഴുതി വെച്ച് സൈനിട്ട് വെക്കണോ, ഉത്തരവാക്കി എടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ കോടതി അവിടെ വെറുതെ അല്ല ഇരിക്കുന്നത്. കോടതിക്ക് ബുദ്ധിയുണ്ട്, അതല്ലെങ്കിൽ അതിന് സ്വന്തമായി ചിന്തിക്കാൻ ഈ കോടതി എന്ന് പറയുന്നത് ജഡ്ജാണേ. അപ്പോൾ അദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. സോ എപ്പോഴാണ് കോടതി ബാധ്യസ്ഥനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, കോടതിയുടെ പരിഗണനയിൽ ഈ പറയുന്ന എക്സ്പേർട്ട് ഒപ്പീനിയൻ വരുമ്പോൾ കോടതി അതെല്ലാം പരിഗണിച്ച് സ്വന്തമായിട്ടൊരു അഭിപ്രായം രൂപീകരിക്കണം. സോ നമ്മൾക്ക് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ എപ്പോഴും എക്സ്പേർട്ട് ഒപ്പീനിയനുകൾ എന്ന് പറയുന്നതിൽ എപ്പോഴും കോടതിയെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ എക്സ്പേർട്ട് ഒപ്പീനിയൻ സച്ച് എടുത്ത് കോടതി അങ്ങ് ജഡ്ജ്മെൻറ്റുകളിൽ എഴുതി ചേർക്കില്ല. ഇല്ലെങ്കിൽ ആ പറയുന്ന ഡിസിഷനെ കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കോടതി വിധി ന്യായം എഴുതി ചേർക്കുകയില്ല. അപ്പോൾ നമ്മൾ കോടതി ചിന്തിക്കും, ഓക്കെ ഇന്ന കാര്യങ്ങളാണ് ഇവർ പറയുന്നത്, അപ്പോൾ ഇതിൽ നിന്ന് എത്രത്തോളം പ്രസക്തമായ ഭാഗങ്ങൾ നമ്മുടെ കേസിന് ആസ്പദമായി അല്ലെങ്കിൽ ആവശ്യമായ കാര്യങ്ങൾ എടുക്കണമെന്ന് കോടതി തീരുമാനിക്കുകയും അതനുസരിച്ച് കോടതി ഒരു വിധി നിർണ്ണയത്തിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും ഇതിനെ മൊത്തത്തിൽ എടുത്തു വെച്ചങ്ങ് എടുക്കുന്നു എന്ന് ആലോചിക്കരുത്. ഇനി വേറൊരു കാര്യം, നമ്മൾക്ക് എപ്പോഴും എന്നൊരു പാനൽ ഓഫ് എക്സ്പേർട്ടുകളെ കൊടുക്കണം. പാനൽ ഓഫ് എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ ഒരാൾ തന്നെ പറയുന്ന ഒരു വിദഗ്ധൻ തന്നെയാണ് വരുന്നത്, ഒരു എക്സ്പേർട്ട് തന്നെയാണ് വരുന്നത്. അയാളുടെ തന്നെ തീരുമാനത്തെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബയാസ് വന്നതായിട്ട്, കാരണം അയാളോട് മാത്രം ഒരു താല്പര്യം കാണിച്ചതായിട്ട് പറയും. അങ്ങനെ ഒരു ബയാസ് വരാൻ പാടില്ല, വേർതിരിവ് വിവേചനം വരാൻ പാടില്ല. സോ നമ്മളൊരു കൊടുക്കും, പാനൽ ഓഫ് എക്സ്പേർട്ടുകളെ കൊടുക്കും. ഈ പാനൽ ഓഫ് എക്സ്പേർട്ടുകളെല്ലാം എക്സ്പേർട്ട് ഒപ്പീനിയൻ പറയും. സോ ലാസ്റ്റ് ഇതെല്ലാം കൂടെ എടുത്തു വെച്ച് വായിച്ച് നോക്കും. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അതിനകത്ത് ഒരേ കാര്യമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ കോടതിക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, വിശ്വസിക്കാൻ പറ്റും. എന്നാൽ ഈ വിദഗ്ധന്മാർ തന്നെ എക്സ്പേർട്ടുകൾ തമ്മിൽ എപ്പോഴാണോ ഈ പറയുന്ന ഒപ്പീനിയൻസിൽ വരുന്നത്, കോൺഫ്ലിക്റ്റ് ഓഫ് ഒപ്പീനിയൻസ് ഓഫ് എക്സ്പേർട്ട് വരികയാണെങ്കിൽ, ഒരു തീരുമാനം പറയാനാണ് ഇവന്മാരെ കൊണ്ടുവന്നത്, ഇവന്മാർ തമ്മിൽ പറയുന്നത് അതും ഇതും 2-3 കാര്യങ്ങളൊക്കെയാണ് ഇവന്മാർ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോടതി ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതെല്ലാം വായിച്ചു നോക്കിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് കോടതി എന്ത് ചെയ്യണം, അതിൻ്റെ സ്വന്തമായ തീരുമാനം എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ഈ 39 കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പഠിക്കുന്ന എല്ലാം തന്നെ എക്സ്പേർട്ടുകളാണ്, എക്സ്പേർട്ട് ഒപ്പീനിയൻ തന്നെയാണ്. സോ എക്സ്പേർട്ട് ഒപ്പീനിയൻ നമ്മൾ പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വാട്ട് യു മീൻ ബൈ, എന്താണ് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ? കോടതി എന്ന് പറയുന്നത് വെദർ ദ കോർട്ട് ഈസ് ഓൾവേസ് ബൗണ്ട് ടു ഫോളോ ദീസ് ഒപ്പീനിയൻസ് എന്നുള്ളതാണ്. ഏതൊക്കെ സാഹചര്യങ്ങളിൽ കോടതി അത് എടുക്കണം എന്നുള്ളത്. വെദർ ദീസ് ഒപ്പീനിയൻസ് ആർ റെലവൻറ്റ്, അത് പ്രസക്തമാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇനി അതല്ല ഇവന്മാർ തമ്മിൽ വല്ല കോൺഫ്ലിക്റ്റ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോടതി അടുത്ത ആളെയല്ലേ വിളിക്കേണ്ടത്, കോടതി വായിച്ചു നോക്കി കോടതി സ്വന്തമായിട്ടുള്ള തീരുമാനം പറയണം എന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ എന്തായാലും എ എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ടും ബി എന്ന് പറയുന്ന എക്സ്പേർട്ടും സി എന്ന് പറയുന്ന എക്സ്പേർട്ടും തമ്മിൽ എന്ത് കാണിച്ചിട്ടുണ്ട്, അവന്മാർ ഈ പറയുന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ നമുക്ക് നോക്കാം. ഒരു പ്രൊസീഡിങ്സിൽ കോർട്ട് ഹാസ് ടു ഫോം ആൻ ഒപ്പീനിയൻ ഓൺ എനി മാറ്റർ റിലേറ്റിംഗ് ടു എനി ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റർ ഓർ സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടർ റിസോഴ്സ്. ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇലക്ട്രോണിക് റിസോഴ്സുകളുമായി ബന്ധപ്പെട്ട ഇല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡേറ്റകളൊക്കെ ഉണ്ടല്ലോ, ഇലക്ട്രോണിക് ഫോമിൽ സ്റ്റോർ ചെയ്യുകയോ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ സംപ്രേഷണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഡേറ്റകൾ, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഡേറ്റകളുടെ ആധികാരികത അത് പറയാൻ ഈ പറയുന്ന ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമിലുള്ള
റെക്കോർഡുകളുടെ ഉള്ളടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അത് ഇപ്പം നമ്മൾ ദിലീപിൻ്റെ ഒക്കെ കേസ് കാണുമ്പോൾ പെൻഡ്രൈവ് എന്ന് പറയുന്നത് ഹാഷ് ഫംഗ്ഷൻ മാറി എന്നുള്ളതാണ്. അത് രണ്ടാമത് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ, അതിനകത്ത് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ചോദിക്കുമ്പോൾ അതിനെ സംബന്ധിക്കുന്ന എക്സ്പേർട്ടുകൾ വേണം എന്ത് പറയാൻ, അഭിപ്രായം പറയാൻ എന്നുള്ളതാണ്. അത് കോടതിക്ക് അറിയാമോ ഈ പറയുന്ന കാര്യങ്ങൾ? കോടതിക്ക് എപ്പോഴും അതുമായി സംബന്ധിക്കുന്ന നിയമങ്ങളാണ്. ടെക്നിക്കൽ നോളജ് എപ്പോഴും എന്താണ് ആ സൈഡ് കുറവായിരിക്കും. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന ഏത് സെക്ഷനാണ് നമ്മൾ കണ്ടത്? 39. അപ്പോൾ 39ൻ്റെ 2-ൽ കണ്ട പ്രൊവിഷൻ എന്ത് സാധനമാണ് പറയുന്നത്? ഇലക്ട്രോണിക് ഫോമിലുള്ള, ഇലക്ട്രോണിക് രൂപത്തിലുള്ള, ഇലക്ട്രോണിക്കിലോ ഡിജിറ്റൽ രൂപത്തിലോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയോ ട്രാൻസ്മിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയോ ചെയ്യുന്ന ഡേറ്റകളുടെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള എക്സ്പേർട്ട് ഒപ്പീനിയൻ്റെ ആവശ്യം വരുമ്പോൾ ആ പറയുന്ന ആൾക്കാർ, ആ തരത്തിലുള്ള വിദഗ്ധന്മാരുടെ അഭിപ്രായം തേടേണ്ടതാണ്. അത് സെക്ഷൻ 79A ഓഫ് IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിനകത്ത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് എക്സാമിനർ ഓഫ് ഇലക്ട്രോണിക് എവിഡൻസ് എന്നാണ്. ആ എക്സാമിനർ ഓഫ് ഇലക്ട്രോണിക് എവിഡൻസ് ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, ആ അതായത് ഇലക്ട്രോണിക് എവിഡൻസിൻ്റെ എക്സ്പേർട്ട് എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ ഒപ്പീനിയൻ റെലവൻ്റ് ആണ്, പ്രസക്തമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നു, ഫോർ ദി പർപ്പസസ് ഓഫ് ദിസ് സബ്സെക്ഷൻ ആൻ എക്സാമിനർ ഓഫ് ഇലക്ട്രോണിക് എവിഡൻസ് ഷാൽ ബി ആൻ എക്സ്പേർട്ട് ഓൾവേസ്. ഏത് സാഹചര്യത്തിലായിക്കോട്ടെ ഇലക്ട്രോണിക് ഡിവൈസുകളോ ഇലക്ട്രോണിക് ഡേറ്റകളോ ഡിജിറ്റൽ ഡേറ്റകളോ ആ തരത്തിൽ പറയുന്ന ഇലക്ട്രോണിക് റിസോഴ്സുകൾ, ഇലക്ട്രോണിക് ഡേറ്റകളുടെ എക്സാമിനേഷൻ നടത്തേണ്ടത് സെക്ഷൻ 79A പ്രകാരം എപ്പോഴും ഒരു ഈ എക്സ്പേർട്ട് ആയിരിക്കണം. ഓക്കെ, അയാളുടെ മൊഴി എന്ന് പറയുന്നത്, അയാളുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് പ്രസക്തമാകുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് 2 ഇല്ലസ്ട്രേഷൻസിലേക്ക് പോകാം. നമ്മുടെ ചോദ്യം ഇതാണ് ചോദ്യം. ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ ദ ഡെത്ത് ഓഫ് എ വാസ് കോസ്ഡ് ബൈ പോയിസൺ എന്നുള്ളതാണ്. എയുടെ മരണം ഒരു പ്രത്യേകതരം വിഷം കൊണ്ടാണോ സംഭവിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ജോർജിൻ്റെ കൊലപാതക പരമ്പരകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആ കേസിനകത്ത് സയനൈഡ് കഴിച്ച് തന്നെയാണോ മരിച്ചതെന്ന് നമുക്ക് സംശയം. അതല്ല, മറ്റേ ഗ്രീഷ്മയുടെ കൊലപാതകം ഓർമ്മയുണ്ടല്ലോ. ഗ്രീഷ്മ ആ പയ്യന് മറ്റേ കഷായത്തിൽ കീടനാശിനി കലക്കി കൊടുത്തത്. അപ്പോൾ ആ പ്രത്യേക തരം വിഷം തന്നെ ഉള്ളിൽ ചെന്നിട്ടാണോ മരിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഇതാണ്, whether the death of A was caused by a poison. Okay, അപ്പോൾ opinions of expert as to symptoms produced by the poison by which A is supposed to have died are relevant എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷം ഉളവാക്കുന്ന അല്ലെങ്കിൽ ആ വിഷം ഉളവാക്കുന്ന ലക്ഷണങ്ങൾ സംബന്ധിച്ച വിദഗ്ധന്മാരുടെ അഭിപ്രായം. അപ്പോൾ അവിടെ വിദഗ്ധന്മാരെന്ന് പറയുമ്പോൾ ആരായിരിക്കും? സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സ് തന്നെ ആയിരിക്കും. ഓക്കെ, അത് സയനൈഡ് കഴിച്ചാലുണ്ടാകുന്ന സിംറ്റം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കീടനാശിനി കഴിച്ചാലുണ്ടാകുന്ന സിംറ്റംസ് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ അതിൻ്റെ കെമിക്കൽ അനാലിസിസ്, അതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ടുകളൊക്കെ വന്നപ്പോഴത്തേന് കറക്റ്റാണ് ഈ പറയുന്ന സാധനം. പിന്നെ ബ്ലഡ് സാമ്പിളിൽ നിന്ന് ഈ പറയുന്ന സംഗതിയുടെയൊക്കെ അംശം കിട്ടിയിട്ടുണ്ട്. സോ അതെല്ലാം കൂടി കണക്റ്റഡ് ആവുകയാണ്. അപ്പോൾ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും വേണ്ടത്? ഒരു ചെയിൻ ഓഫ് ആക്ഷൻസ് ആണ് വേണ്ടത്. ഒന്നിൽ തുടങ്ങിയാൽ അത് അടുത്തതിനെ കണക്ട് ചെയ്യാൻ പറ്റണം, അടുത്തതിനെ കണക്ട് ചെയ്യാൻ പറ്റണം. ആ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഈ പറയുന്ന തെളിവ് നിയമം എന്ന് വിളിക്കുന്നത്. ആ തെളിവ് നിയമത്തിൻ്റെ ചില പ്രസക്തമായ ഭാഗങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ മരിച്ചു, എങ്ങനെയാണ് മരിച്ചത്? വിഷം കഴിച്ചാണ് മരിച്ചത്. ചോദ്യം ഇതാണ്, ആ പ്രത്യേകതരം വിഷമാണോ? അപ്പം സൂപ്പിനകത്താണോ സയനൈഡ് കലക്കി കൊടുത്തത്, അതല്ലെങ്കിൽ ബിരിയാണിക്കകത്താണോ കലക്കി കൊടുത്തത് എന്നൊക്കെയുള്ള രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇത് തന്നെയാണോ മരണത്തിനുള്ള കാരണം എന്ന് പറയുമ്പോൾ അതിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ, ഈ പറയുന്ന ഇയാൾ മരിക്കുന്നതിന് മുമ്പ് കാണിച്ച ലക്ഷണങ്ങളൊക്കെ ഈ പറയുന്ന വിഷം കഴിച്ചാൽ മാത്രമാണ് പ്രകടമാക്കുന്നത്. സോ അതെന്താകുകയാണ്? അത് നമ്മൾക്ക് തെളിവാവുകയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതാണ്. ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ എ അറ്റ് ദ ടൈം ഓഫ് ഡൂയിങ് സർട്ടൻ ആക്ട്, നമ്മൾ നേരത്തെ കണ്ട ഒരു ഇൻസാനിറ്റിയുടെ ഒരു പ്രൊവിഷൻ പോലെയാണ്, ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് വാസ് ബൈ റീസൺ ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്, ചിത്തഭ്രമത്താൽ. ഓക്കെ, ചിത്തഭ്രമം എന്ന് പറയുന്നത് ഒരു ഇൻസൈൻ കണ്ടീഷനാണ്.
ആ പറയുന്ന ചിത്തഭ്രമത്താൽ എന്താണ് ഇൻകേപ്പബിൾ ഓഫ് നോയിങ് ദ നേച്ചർ ഓഫ് ദി ആക്ട്, ചെയ്യുന്ന പ്രവൃത്തിയുടെ പരിണിത ഫലം അറിയാതെ ഇരിക്കുകയും ഓക്കെ ഓർ ദാറ്റ് ഹീ വാസ് ഡൂയിങ് വാട്ട് വാസ് എയ്തർ റോങ് ഓർ കോൺട്രറി ടു ലോ എന്നുള്ളത്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ അതല്ലെങ്കിൽ നിയമപ്രകാരം നിയമത്തിന് എഗെയിൻസ്റ്റ് ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരു ഭ്രാന്തൻ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല, മെൻ്റലി ഈ പറയുന്ന ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്താ അറിയില്ല, അയാൾ നോക്കുമ്പോൾ അയാളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ അയാൾക്ക് തോന്നിയത് കൈ കിട്ടിയ കല്ലെടുത്ത് മറ്റേ മനുഷ്യൻ്റെ തലയ്ക്ക് ഇടിച്ച് കൊല്ലാനാണ് തോന്നിയത്. ആ അതൊരു മനുഷ്യനാണെന്നോ, ഈ കല്ല് എന്ന് വെച്ച് മറ്റേയാളുടെ തലക്കിടിച്ചാൽ അയാൾക്ക് മുറിവുണ്ടാകുമെന്നോ അല്ലെങ്കിൽ തലയുടെ പുറകിൽ ഇടിച്ചു കഴിഞ്ഞാൽ അയാൾ ബോധരഹിതനായി വീഴുമെന്നോ ഇല്ലെങ്കിൽ മരിച്ചു പോകുമെന്നോ, ഒരുപാട് ഇടിയടിച്ച് കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകുമെന്നോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കൊലപാതകയാണെന്നോ എന്നെ എന്താണ് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു ചിന്തയും ആർക്ക് കാണില്ല, ഒരു അൺസൗണ്ട് മൈൻഡഡ് പേഴ്സണ് കാണില്ല. അതാണ് പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് ഡൂയിങ് സച്ച് ആൻ ആക്ട് ഹി ഈസ് എന്താണ് ഇൻകേപ്പബിൾ ഓഫ് നോയിങ് എന്നുള്ളത്. ഇൻകേപ്പബിൾ ആണ്, അയാൾക്ക് അറിയാൻ പറ്റില്ല. നോയിങ് ദ നേച്ചർ ഓഫ് ദി ആക്ട് എന്നുള്ളതാണ്. വാട്ട് ആർ ദ കോൺസിക്വൻസ് ഓഫ് ഹിസ് എന്താണ് ആക്ട് എന്നുള്ളതാണ്. ആ മനുഷ്യന് അറിയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വേണ്ടത് മതീഷ് എന്താണ് ഇൻസെയിൻ പേഴ്സൺ ആണോ അൺസൗണ്ട് മൈൻഡഡ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഒപ്പീനിയൻസ് ഓഫ് എക്സ്പേർട്ട് അപ്പോൺ ദ ക്വസ്റ്റ്യൻ വെദർ ദ സിംറ്റംസ് എക്സിബിറ്റഡ് ബൈ എ കോമൺലി ഷോ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആൻഡ് വെദർ സച്ച് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് യൂഷ്വലി റെൻഡേഴ്സ് പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് നോയിങ് ദ നേച്ചർ ഓഫ് ദാറ്റ്. അതായത് ഒരു എക്സ്പേർട്ട് വന്ന് പറയണം, മറ്റേ എന്താണ് ഹോസ്പിറ്റലിലെ എന്താണ് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ടുള്ള ഇൻസെയിൻ പേഴ്സൺസിനെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ സൈക്കാട്രി വാർഡിലുള്ള ഒരു ഡോക്ടർ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ പറയണം എന്താണ് ഇയാൾ കാണിച്ച സിംറ്റംസ് എല്ലാം അൺസൗണ്ട് മൈൻഡഡ് പേഴ്സൺസ് കാണിക്കുന്നതാണ്. അങ്ങനെ ഒരാൾ സർട്ടിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ദ എക്സ്പേർട്ട് ഒപ്പീനിയൻ. എന്നാൽ മാത്രമേ നമ്മൾക്ക് മതീഷിനെ എന്താണ് മതീഷ് ഇൻസെയിൻ പേഴ്സൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ കയ്യിലേക്ക് മതീഷിനെ തരുമൊന്നുമല്ല, ഒരു മെൻ്റൽ അസൈലത്തിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്. വെറുതെ സൊസൈറ്റിയിലേക്കായിരിക്കില്ല കൊടുക്കുന്നത്. ഓക്കെ, ആ മെൻ്റൽ അസൈലം എന്ന് പറയുന്നത് അയാളുടെ എന്താണ് ഫാമിലി മെമ്പേഴ്സ് പറയുന്നതോ അല്ലെങ്കിൽ സ്റ്റേറ്റ് തന്നെ തീരുമാനിക്കുന്ന ഒരു അസൈലത്തിലേക്ക് വിടാവുന്നതുമാണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ഒരു ചിത്തഭ്രമമുള്ളതായിട്ടുള്ള ഒരാൾ, അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുന്നു. നമ്മുടെ ചോദ്യം അപ്പോൾ എന്താണ്, ഇടയ്ക്ക് വെച്ച് നമ്മൾ കേട്ടില്ലേ ഒരു എന്താണ് അമ്മ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഭാഗമായിട്ടൊരു കുട്ടി അതിൻ്റെ കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലുന്നു. ഇപ്പോൾ ആഫ്റ്റർ 2 years ആ ലേഡിയും എന്ത് ചെയ്തു സൂയിസൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് അവിടെയൊക്കെ എന്ത് ചെയ്തു, എങ്ങനെയാണത്. അപ്പം നമ്മൾ മറ്റൊരു കാര്യമുണ്ട്, ഈ അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത അയാൾ ജനിച്ച കാലം തൊട്ടേ അൺസൗണ്ട് മൈൻഡാണ് ആയിരിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യുന്ന സമയം മാത്രമേ ഉള്ളൂ, അതിൻ്റെ മുമ്പും ഇല്ല അതിൻ്റെ പിൻപും ഇല്ല. അപ്പോൾ എന്താണ്, ആ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് ആ അമ്മ കുഞ്ഞിനെ എടുത്തെറിയുമ്പോൾ ആ അമ്മയ്ക്ക് അതിന് മുമ്പ് അങ്ങനെ ഒരു സിംറ്റം ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താണ് രക്ഷണമുള്ള സ്ത്രീയോ അതല്ലെങ്കിൽ അങ്ങനെ അതൊരു രോഗാവസ്ഥ അല്ലെങ്കിൽ അതല്ല, ആ സമയത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് അറ്റ് ദ ടൈം ഓഫ് ഡൂയിങ് സർട്ടൻ ആക്ട് എന്നാണ്. അതാണ് നിയമത്തിൽ പറയുന്നത്, ടൈം ഓഫ് ഡൂയിങ് സർട്ടൻ ആക്ട്. ആ പ്രവൃത്തി ചെയ്യുന്ന സമയം, അതിന് മുമ്പ് അയാൾ ഇൻസെയിൻ ആണോ എന്ന് നോക്കില്ല, അതിന് ശേഷം അയാൾ ഇൻസെയിൻ ആണോ എന്ന് നോക്കില്ല. ഓക്കെ, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഓക്കെ, ഇയാൾ പണ്ട് തൊട്ടേ ഇൻസെയിൻ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമായി എന്നുള്ളതേ ഉള്ളൂ. അറ്റ് ദ ടൈം, ആ ടൈമിൽ ഇയാൾക്ക് എന്താണ് ഇൻസാനിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, അതാണ് കോടതി നോക്കുന്നത് എന്നുള്ളത്. ഇനി അടുത്ത ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഒരു എക്സാമ്പിളും കൂടെ കണ്ടു. മൂന്നാമത്തെ ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് വെദർ എ സർട്ടൻ ഡോക്യുമെൻ്റ് വാസ് റിട്ടൺ ബൈ എ. മതീഷ് എഴുതി കൊടുത്തതാണോ ഈ പറയുന്ന എന്താണ് വില്ല് എഴുതി വെച്ചിരിക്കുകയാണ് മതീഷ്. PK ലേണിങ്സ് എൻ്റെ അനന്തരവനായ നിതിന് കൊടുക്കണമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് വില്ല്. എന്താണ് അത് കഴിഞ്ഞിട്ടാണ് വല്യപ്പനായ മതീഷ് എന്ത് പോകുന്നത്, തട്ടിപ്പോകുന്നത് എങ്കിൽ അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്, ഈ വില്ല് എഴുതി ഇതെങ്ങനെ ശരിയാവും? നിതിന് ഈ പറയുന്ന PK ലേണിങ്സിന് ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാതെ ഒരാളായ എന്താണ് നമ്മുടെ നിതിന് മാത്രം എങ്ങനെ കൊടുക്കാൻ പറ്റാതെ ശരിയല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്വസ്റ്റ്യൻ വെദർ എ സർട്ടൻ ഡോക്യുമെൻ്റ് വാസ് റിട്ടൺ ബൈ എ, നമ്മളുടെ മതീഷ് എഴുതിയതാണോ എന്നുള്ളതാണ് ചോദ്യം. അനദർ ഡോക്യുമെൻ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വിച്ച് ഈസ് പ്രൂവ്ഡ് ഓർ അഡ്മിറ്റഡ് ടു ഹാവ് ബീൻ റിട്ടൺ ബൈ എ. അപ്പോൾ
ഈ എഴുത്ത് ഓൾമോസ്റ്റ് നമ്മുടെ മതീഷിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ പോലെ തന്നെയാണ്. ഇവൻ എഴുതിയത് അല്ലെങ്കിലേ വായിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലുള്ള വേറെണ്ണം കൂടെ കൊണ്ടുവന്ന് കാണിക്കുക. അപ്പോൾ നിതിൻ പറയാണ്ട് എൻ്റെ വല്യപ്പൻ എഴുതി തന്നതാണ് എനിക്ക്, ആണ്ട് ഇതുപോലെ വല്യപ്പൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ബുക്കാണ്, എൻ്റെ ഡയറി ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെയൊക്കെ കൊണ്ടുവരികയാണ്, പൊക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒത്തു നോക്കുമ്പോൾ എന്താണ്, അപ്പോൾ ഈ രേഖ ഇല്ലെങ്കിൽ നമ്മൾ ഈ കാണിച്ച ഒരാൾ എഴുതിയ ആ ഒരു ഡോക്യുമെൻ്റ് എന്താണ്, അത് വാലിഡ് ആണോ, വാലിഡ് എന്നല്ല, ഈ പറയുന്ന മനുഷ്യൻ തന്നെ എഴുതിയതാണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത് ഇയാൾ ഇതിനു മുമ്പ് ഇതുപോലെ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ, വല്ല ഡയറിയോ വല്ല ലെറ്ററുകളോ അതൊക്കെ ഉണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത്. അത് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് സെയിം ഹാൻഡ് റൈറ്റിംഗ് ആണ് അത് പറയുന്നത്. അപ്പോൾ ദ ഒപ്പീനിയൻസ് ഓഫ് എക്സ്പേർട്ട് ഓൺ ദ ക്വസ്റ്റ്യൻ വെദർ ദ 2 ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇനി ചേടാ ഇതിപ്പോൾ ഒന്നിൻ്റെ കുരുക്കഴിക്കാൻ പോയപ്പോൾ അത് 2 എണ്ണം കൊണ്ടുവന്ന് വെച്ചത്, ഇനി 2 എണ്ണോ ഇത് മതീഷ് തന്നെ എഴുതി വെച്ചതാണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ദ ഒപ്പീനിയൻസ് ഓഫ് എക്സ്പേർട്ട് ഓൺ ദ ക്വസ്റ്റ്യൻ വെദർ ദ 2 ഡോക്യുമെൻറ്റ്സ് റിട്ടൺ ബൈ ദ സെയിം പേഴ്സൺ എന്നുള്ളതാണ്, ഓർ ബൈ ദ ഡിഫറെൻറ്റ് പേഴ്സൺ ആ റെലവൻറ്റ്. ഇനി എക്സ്പേർട്ടുകളെ വിളിക്കണം, ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടുകളെ വിളിച്ചിട്ട് എന്താണ് നിതിൻ കാണിച്ച ആദ്യത്തെ വില്ലും വല്യപ്പൻ്റെ ആദ്യത്തെ വില്ലും കാണിച്ചു കൊടുക്കണം. രണ്ടാമത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വല്യപ്പൻ എഴുതിയ എന്താണ് ഡയറിയും കാണിച്ചു കൊടുക്കണം. ഇത് രണ്ടും മറ്റവന്മാർ വന്നിരുന്ന് വായിച്ചു നോക്കി എക്സ്പേർട്ട് ഒപ്പീനിയൻ പറയണം, ആ ഒപ്പീനിയൻ റെലവൻറ്റും ആണ്. ഓക്കെ ആണല്ലോ. അതിനെ ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ 3 എന്താണ് ഇല്ലുസ്ട്രേഷൻസ് ആണ് നമ്മൾ കണ്ടത്. ഓക്കെ. ഇനി ഏതൊക്കെ സാഹചര്യം, അപ്പോൾ കണ്ടോ ഈ പറയുന്ന കോടതിക്ക് അറിയില്ല, കോടതി നോക്കുമ്പോൾ കോടതിക്ക് എന്താണ് ഒറ്റ നോട്ടത്തിൽ ഇതെല്ലാം ഒരാൾ എഴുതിയതുപോലെയൊക്കെ തോന്നും. പക്ഷേ അങ്ങനെയല്ല, അത് എക്സ്പേർട്ടുകളുണ്ട്, ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടുകളുടെ വിളിച്ച് അവരുടെ കയ്യിൽ ഇത് കൊടുത്ത് അവരത് രേഖകൾ പരിശോധിച്ചതിന് ശേഷം അവർ എന്ത് പറയും, അഭിപ്രായം പറയുന്നതാണ്. ഇനി നമ്മൾ 40ാമത്തെ സെക്ഷനാണ് പോകുന്നത്. ഫാക്ട്സ് ബിയറിംഗ് അപ്പോൺ ഒപ്പീനിയൻസ് ഓഫ് എക്സ്പേർട്ടുകൾ എന്നുള്ളതാണ്. ഓക്കെ. ഫാക്ട്സ് ബിയറിംഗ് അപ്പോൺ, അതായത് ഫാക്ട്സ് ബിയറിംഗ് അപ്പോൺ ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളോട് ബന്ധമുള്ള വസ്തുക്കൾ. ഓക്കെ. അപ്പോൾ എന്താണ് വിദഗ്ധന്മാരുടെ, ഈ വിദഗ്ധന്മാരെ കൊണ്ട് വലിയ ശല്യം തന്നെ. അപ്പോൾ വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളോട് ബിയറിംഗ് എന്താണ് ബിയറിംഗ് അപ്പോൺ ഒപ്പീനിയൻസ് ഓഫ് എക്സ്പേർട്ടുകൾ എന്നാണ്. അപ്പോൾ ഈ വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളോട് ബന്ധമുള്ള വസ്തുക്കളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഫാക്ട്സ് നോട്ട് അതർവൈസ് റെലവൻറ്റ്, മറ്റു വിധത്തിൽ എന്തല്ലാത്തത്, മറ്റു വിധത്തിൽ പ്രസക്തമല്ലാത്ത റെലവൻ്റ് അല്ലാത്ത വസ്തുതകൾ എന്താണ്, ഇത് വസ്തുതകൾ ആർ റെലവൻറ്റ്, അത് റെലവൻ്റ് ആവും, പ്രസക്തമാവും. എപ്പോഴാണ്, ഇഫ് ദേ സപ്പോർട്ട്. അപ്പം മറ്റു വിധത്തിൽ പ്രസക്തമല്ലാത്ത ചില പ്രസക്ത വസ്തുക്കൾ അത് എപ്പോഴാണ് പ്രസക്തമാകുന്നത് എന്ന് ചോദിച്ചാൽ ദേ സപ്പോർട്ട് ഓർ ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ഒപ്പീനിയൻസ് ഓഫ് എക്സ്പേർട്സ് വെൻ സച്ച് ഒപ്പീനിയൻസ് ആർ റെലവൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, ഒന്നുകിൽ ഈ പറയുന്ന എന്താണ് അതിനൊരു എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, വെദർ എ വാസ് പോയ്സൺഡ് ബൈ സർട്ടൻ പോയ്സൺ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ എന്താണ് നമ്മുടെ ചോദ്യം, എന്താണ് ഇസഡ് മരിച്ചത് സയനൈഡ് കഴിച്ചിട്ട് തന്നെയാണോ, അല്ലെങ്കിൽ മറ്റേ പനാമർ കലക്കി കൊടുത്തിട്ടാണോ, അല്ലെങ്കിൽ വല്ല എലിവശവും കഴിച്ചിട്ടാണോ എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ വസ്തുത എന്ന് പറയുന്നത് ദ ഫാക്ട് ദാറ്റ് അതർ പേഴ്സൺ ഹൂ വെയർ പോയ്സൺഡ് ബൈ ദാറ്റ് പേഴ്സൺ. അപ്പോൾ എന്താണ്, ഇതേ ആദ്യമായിട്ടല്ല, അപ്പോൾ എന്താണ് സയനൈഡ് കഴിച്ചോ, അതല്ലെങ്കിൽ മറ്റ് ഈ വളമല്ലല്ലോ കീടനാശിനികളോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷങ്ങളൊക്കെ കഴിച്ച് ആൾക്കാർ മരിക്കുന്ന ആദ്യമായിട്ടല്ല. അപ്പോൾ സിംറ്റംസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് കാണിക്കും. അപ്പോൾ ഫാക്ട് എന്ന് പറയുന്ന അതർ പേഴ്സൺ ഹൂ വെയർ പോയ്സൺഡ് ബൈ ദാറ്റ് പേഴ്സൺ എക്സിബിറ്റഡ് സർട്ടൻ സിംറ്റംസ്, സ്വാഭാവികമായിട്ട് അവരെന്ത് കാണിക്കും, ഇതിൻ്റെ ഈ വിഷം കഴിച്ചത് കാരണമുള്ള ചില എന്താണ് സിംറ്റംസ് കാണിക്കും. ഓക്കെ. അപ്പോൾ അത്തരത്തിൽ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ വിച്ച് എക്സ്പേർട്സ് അഫേം ദാറ്റ് ഓർ ഡിനൈ ടു ബി ദ സിംറ്റംസ് ഓഫ്, അപ്പോൾ ചിലപ്പോൾ എന്താണ് ഈ വിദഗ്ധന്മാർ പറയും ഇത് ആ വിഷം കഴിച്ചതല്ല. അപ്പോൾ ഓൾറെഡി ഈ പറയുന്ന ആൾക്കാർ വിഷം കഴിച്ച് ഈ പറയുന്ന സെയിം പോയിസൻ്റെ എന്ത് കാണും, ഈ സിംറ്റംസ് എല്ലാം അറിയുന്നതായിരിക്കും. അപ്പോൾ അവർ പറയും ഒന്നുകിൽ വിദഗ്ധന്മാർ ആ അഭിപ്രായത്തിനെ എന്ത് ചെയ്യും, അവരുടെ ഒപ്പീനിയനിൽ നമ്മളുടെ മുന്നിൽ പ്രസക്തമായിരിക്കുന്ന ആ വസ്തു എ എന്ന് പറയുന്ന ആൾ സയനൈഡ് കഴിച്ചാണോ മരിച്ചത് എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ സയനൈഡ് കഴിച്ച് മരിച്ച ആളുടെ ലക്ഷണങ്ങളല്ല ഇയാൾ കാണിച്ചത് എന്ന് ഒരു എക്സ്പേർട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ എന്താ ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ, അപ്പോൾ എന്താണ് സയനൈഡിൻ്റെ ലക്ഷണങ്ങളല്ല എന്തായാലും ഇയാൾ കാണിച്ചിരിക്കുന്നത്. സോ എന്ത് ചെയ്തു, അപ്പോൾ എന്താണ് ഈ ഒപ്പീനിയൻ, ഈ പറയുന്ന എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയനുകളെ പിന്താങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ പിന്താങ്ങാം, അതല്ല എന്നുണ്ടെങ്കിൽ തള്ളിക്കളയാം. ഓക്കെ. അപ്പോൾ
അഭിപ്രായങ്ങളെ ഒന്നുകിൽ പിന്താങ്ങണം, അതല്ല എന്നുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഒരു ഫാക്ട്സ് ബിയറിംഗ് അപ്പോൺ ഒപ്പീനിയൻസ് ഓഫ് എക്സ്പേർട്ടുകൾ പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു പ്രോബ്ലം ഇല്ലസ്ട്രേഷൻ ആണ്. ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ ആൻ ഒബ്സ്ട്രക്ഷൻ ടു എ ഹാർബർ, അതായത് നമ്മൾക്ക് ഒരു തുറമുഖത്തിന് തടസ്സമുണ്ടായത്, ഹാർബറിന് തടസ്സമുണ്ടായത് ഈസ് കോസ്ഡ് ബൈ എ സർട്ടൻ സീ വാൾ, കടൽ ഭിത്തി കൊണ്ടാണോ ഈ പറയുന്ന തടസ്സം ഈ ഹാർബറിന് ഉണ്ടായത് എന്നാണ് നമ്മൾക്കറിയേണ്ടത്. ഇനി ഇത് വസ്തുത എന്ന് പറയുന്നത് അതർ ഹാർബേഴ്സ്, മറ്റ് ഹാർബറുകൾക്ക്, മറ്റ് തുറമുഖങ്ങൾക്ക് സിമിലർലി സിറ്റുവേറ്റഡ് ഇൻ അതർ റെസ്പെക്റ്റ്, ഇതേപോലെ ഹാർബറും അതിനോട് ചേർന്ന് സീ വാൾസും കടൽ ഭിത്തികളും ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ എന്താണ് അവിടെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നോക്കും. ബട്ട് വേർ ദെയർ വെയർ നോ സച്ച് സീ വാൾസ് ബിഗാൻ ടു ബി ഒബ്സ്ട്രക്റ്റഡ് അറ്റ് അബൌട്ട് ദ സെയിം ടൈം ഈസ് റെലവൻ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ എന്താണ് നമ്മളുടെ ഈ ഹാർബറും അതിനോട് ചേർന്ന് സീവാൾ ഉണ്ടായിരിക്കുകയും ആ സീവാൾ വന്നതിന് ശേഷം ഹാർബറിന് ഒബ്സ്ട്രക്ഷൻ തടസ്സം നേരിടുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രസക്തമാണ് എന്നുള്ളതാണ്. കണ്ടോ? അപ്പോൾ എന്താണ് നമ്മളിത് കാണുമ്പോൾ ഇവിടെ ഈ നടന്ന സംഗതി ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് അല്ലെങ്കിൽ അവിടെ വന്ന് അവിടെയൊക്കെ എന്താണ് വന്നിട്ടുള്ള ചില തടസ്സങ്ങൾ, ആ തടസ്സങ്ങൾ അപ്പുറത്തുള്ള എന്താണ് സീവാൾ മൂലമാണോ എന്ന് നോക്കുമ്പോൾ ഇതേപോലെ വല്ല കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ അടുത്തും വല്ല സീവാളുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇതേപോലെ ഉണ്ടായിട്ടുണ്ടാകും, മറ്റെവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. അങ്ങനെയാണെങ്കിൽ സിമിലർ വസ്തുതകൾ നമ്മളിവിടേക്ക് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്തതാണ് ഒപ്പീനിയൻസ് ആസ് ടു ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് സിഗ്നേച്ചർ എന്നുള്ളത്. എന്തായിരിക്കും അത്? ഹാൻഡ് റൈറ്റിംഗ്, അതായത് കൈപ്പടയെക്കുറിച്ചോ അതല്ല എന്നുണ്ടെങ്കിൽ കൈപ്പടയെക്കുറിച്ചുള്ള അത് ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് സിഗ്നേച്ചർ എന്നുള്ളതാണ്. ഒപ്പിനെക്കുറിച്ചും ഹാൻഡ് റൈറ്റിംഗ് കൈപ്പടയെക്കുറിച്ചുമുള്ള എക്സ്പേർട്ടുകൾ എപ്പോൾ പ്രസക്തമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഇതേ സംബന്ധിച്ച് ഒരു രേഖ എഴുതിയതോ അതല്ലെങ്കിൽ ആ രേഖയിൽ ഒരു കൈപ്പട വെച്ചത്, ഒരു സിഗ്നേച്ചർ വെച്ചത് ഇന്ന ആളാണോ, ഇത് എ എന്ന് പറയുന്ന വ്യക്തിയാണോ ഇല്ലെങ്കിൽ മതീഷ് തന്നെയാണോ ഈ വില്ലിനകത്ത് സൈൻ ചെയ്തിരിക്കുന്നത്, വില്ല് എഴുതിയത് മതീഷ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് റിട്ടൺ ഓർ സൈൻഡ് ദ ഒപ്പീനിയൻ ഓഫ് എനി പേഴ്സൺ അക്വൈൻറ്റഡ് വിത്ത്. അപ്പോൾ എന്താണ് നമ്മൾ നോക്കുന്നത്, എപ്പോഴാണോ കോടതിക്ക് ഈ പറയുന്ന ഒരു വ്യക്തി തന്നെയാണോ ഈ ഹാൻഡ് റൈറ്റിങ്ങും സിഗ്നേച്ചറും മേക്ക് ചെയ്തത് എന്നുള്ള ഒരു എന്താണ് വസ്തുതയിന്മേൽ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ, കാരണം കോടതിക്ക് ഇയാളുടെ ഹാൻഡ് റൈറ്റിംഗ് നേരത്തെ ഒന്നും അറിയില്ലല്ലോ, അങ്ങനെ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ആ ഒപ്പിട്ട വ്യക്തിയുമായി എന്താണ് കണക്ഷനുള്ള, അതാണ് അക്വൈൻറ്റഡ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ എന്താണ് ആ പരിചയമുള്ള ഒരാൾ, അപ്പം എന്താണ് ഈ മതീഷ് എഴുതിയ ബില്ല്, മതീഷിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആർക്ക് നന്നായിട്ട് അറിയാം, നമ്മുടെ നിതിന് നന്നായിട്ട് അറിയാമെന്ന് വിചാരിക്കാം. അപ്പോൾ അക്വൈൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ദ പേഴ്സൺ ബൈ ഹൂം ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു ബി റിട്ടൺ ഓർ സൈൻഡ് ദാറ്റ് ഇറ്റ് വാസ് ഓർ വാസ് നോട്ട് റിട്ടൺ, അതായത് ഞാൻ എഴുതിയ വില്ലാണോ അല്ലയോ എന്നുള്ളതാണ് സംശയമെങ്കിൽ കോടതി അതിന്മേലൊരു തീരുമാനം രൂപീകരിക്കേണ്ടി വരുമ്പോൾ കോടതി നോക്കുന്നത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പരിചയമുള്ള ആൾക്കാരെ കൊണ്ടുവരും. അതായത് ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ലെറ്ററുകൾ അല്ലെങ്കിൽ കത്തുകൾ എനിക്ക് എന്താണ് ഞാൻ എഴുതുന്ന കത്തുകളെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരാളായിരുന്നു മതീഷ്. അപ്പം മതീഷിന് അറിയാം ഇത് ഞാൻ എഴുതിയ ലെറ്റർ ആണോ അല്ലെങ്കിൽ ഞാൻ എഴുതിയ വില്ലാണോ ഞാൻ എഴുതിയ സെയിൽ ഡീഡ് ആണോ എന്നൊക്കെ മതീഷിന് അറിയാമെങ്കിൽ അപ്പോൾ എന്താണ് ഞാനുമായി കണക്റ്റഡ് ആവുന്ന പരിചയമുള്ള ഒരു വ്യക്തിക്ക് ഈ പറയുന്ന എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിനെ തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ അയാളുടെ അഭിപ്രായവും നോക്കാവുന്നതാണ്. ഇനി അവിടെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ എ പേഴ്സൺ ഈസ് സെറ്റ് ടു ബി അക്വൈൻറ്റഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ നമ്മൾ കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തിയില്ലേ, ഈ അക്വൈൻറ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് അനദർ പേഴ്സൺ, മറ്റൊരു വ്യക്തിയുടെ ഹാൻഡ് റൈറ്റിങ്ങിലോ സിഗ്നേച്ചറിലോ പരിചയസമ്പന്നനായ ഒരാളെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അയാൾ എന്താണ്, അപ്പം മതീഷ് എന്ന് പറയുന്ന ആൾ സ്ഥിരമായി ഞാൻ എഴുതുന്ന എഴുത്തുകളും എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ രീതികളും അയാൾ കാണുന്ന ഒരു വ്യക്തിയായിരിക്കണം. വെൻ ഹി ഹാസ് സീൻ ദാറ്റ് പേഴ്സൺ റൈറ്റ്. ഓക്കെ, ഞാനാണ് ചെന്ന് ഒപ്പീനിയൻ പറയേണ്ടത്, ഇത് മതീഷ് എഴുതിയതാണോ അല്ലയോ എന്ന് ഞാൻ പറയണം. ഓക്കെ, അപ്പം എനിക്ക് നേരത്തെ എന്ത് അറിവുണ്ടായിരിക്കണം, മതീഷിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇന്നതാണ് എന്ന് ഞാൻ കാണാറുണ്ട്. മതീഷിന് ഇത് തന്നെ വേണം, ലെറ്റർ എഴുത്തുകളോട് ലെറ്റർ എഴുതാണ്, അതപ്പോൾ ഇതെല്ലാം എനിക്കറിയാം. അപ്പോൾ ഞാനിത് കാണാറുണ്ട്, അപ്പോൾ ഇവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇതാണെന്ന് എനിക്കറിയാം. ഓക്കെ, ഓർ വെൻ ഹി ഹാസ് റിസീവ്ഡ് ഡോക്യുമെൻറ്റ്സ് പർപ്പോർട്ടിംഗ് ടു ബി റിട്ടൺ ബൈ ദാറ്റ് പേഴ്സൺ. ഇനി അതുമല്ലെങ്കിൽ എന്താണ്
മതീഷിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മതീഷ് എഴുതിയതായിട്ടുള്ള ഡോക്യുമെൻസുകൾ, സ്ഥിരമായി മതീഷിൻ്റെ ഡോക്യുമെൻറ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തി ഞാനാണ്. അപ്പോഴും എനിക്കറിയാം ഇത് മതീഷിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെയുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ അതോറിറ്റിയും കീഴിലാണ് ഇത് വരുന്നത് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൻ്റെയൊക്കെ ഒരു ബിസിനസ് മുറിയിൽ അയാൾ എഴുതുന്ന ചില രേഖകൾ, അയാൾ എഴുതുന്ന കൈപ്പടകൾ, അയാളുടെ ഒപ്പുകൾ, ഇതൊക്കെ പ്രസക്തമാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരമായി പരിചയമുള്ള വ്യക്തികൾക്കും ഒപ്പീനിയൻ പറയാവുന്നതാണ്. അവരുടെ എന്താണ് ഈ പറയുന്ന ഒപ്പീനിയൻസും പ്രസക്തമാണ്. അതാണ് നമ്മൾ പറഞ്ഞ എന്താണ് സെക്ഷൻ, ഇപ്പം നമ്മൾ പറഞ്ഞ തൊട്ട് മുമ്പ് ഇപ്പോൾ പറഞ്ഞ 41. ഓക്കെ, അടുത്തതാണ് നമ്മുടെ ഒരു ഇല്ലസ്ട്രേഷനാണ്, ഉദാഹരണമാണ്. ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ എ ഗിവൺ ലെറ്റർ ഈസ് ഇൻ ദ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് എ എന്നുള്ളതാണ്. എ എന്ന് പറയുന്ന വ്യക്തിയുടെ കൈപ്പടയിലുള്ളതാണോ ഈ പറയുന്ന എഴുത്ത് എന്നുള്ളതാണ് ചോദ്യം. എ മർച്ചൻ്റ് ഇൻ ഇറ്റാനഗർ. അപ്പോൾ ഈ ഇറ്റാനഗറിലുള്ള ഒരു വ്യാപാരിയുടെ കൈപ്പടയിലുള്ള ലെറ്റർ തന്നെയാണോ ഇതെന്നാണ് ചോദ്യം. ബി എന്ന് പറയുന്ന ആൾ മർച്ചൻ്റ് ഇൻ ബാംഗ്ലൂർ. അപ്പോൾ ബാംഗ്ലൂരിലുള്ള ഒരു മർച്ചൻ്റാണ് നമ്മുടെ ബി. ഓക്കെ, who has written letters addressed to A and received letters purporting to be written by him. അതായത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പരസ്പരം അപ്പോൾ എന്താണ് സാധനങ്ങൾ കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും അത് എഗ്രിമെൻറ്റ് സൈൻ ഇടുന്നതിനും ഒക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്ററുകൾ എഴുതാറുണ്ട്. അപ്പോൾ എന്താണ്, ഇപ്പോൾ എനിക്കറിയാം മതീഷൻ എന്ന് പറയുന്ന ആളുടെ എന്താണ് ഹാൻഡ് റൈറ്റിംഗ് ഇപ്പം ഞാൻ പരിചയമാണ്. ഓക്കെ, അപ്പോൾ റിട്ടൺ ബൈ ഹിം എന്നുള്ളതാണ്. സി എന്ന് പറയുന്നത് ബിയുടെ ക്ലർക്കാണ്. ഹൂസ് ഡ്യൂട്ടി ഇറ്റ് വാസ് ടു എക്സാമിൻ ആൻഡ് ഫയൽ ബീസ് കറസ്പോണ്ടൻസ്. അപ്പം എന്താണ്, സി എന്ന് പറയുന്ന ആൾ എയുടെ ക്ലർക്കാണ്. ഇയാളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബിയുടെ ലെറ്ററുകൾക്ക് അനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കൊടുക്കുക എന്നുള്ളതാണ്, മറുപടിയൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ഡി എന്ന് പറയുന്നത് ബിയുടെ ബ്രോക്കറുമാണ്. To whom B habitually submitted the letters purporting to be written by A for the purpose of advising him thereon. അപ്പോൾ ബി എന്ന് പറയുന്ന വ്യക്തിക്ക് എയുടെ കയ്യിൽ നിന്നും വരുന്ന ലെറ്ററുകളെല്ലാം എന്താണ് ഈ ബി എന്ന് പറയുന്ന ആൾ ഡിക്ക് കൈമാറും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോക്കറാണ്. ഡി എന്ന് പറയുന്ന ആൾ ബ്രോക്കറാണ്. ഇതുമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അയാളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒപ്പീനിയൻസ് ഓഫ് ബിയും സിയും ഡിയും അപ്പം കണ്ടോ, ഇവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്ന ആൾ എന്താണ് ഇറ്റാനഗറിലെ ഒരു മർച്ചൻ്റാണ്. അയാൾ ആരുമായിട്ട് കച്ചവടം നടത്താറുണ്ട്, ബാംഗ്ലൂരിലുള്ള ബി എന്ന് പറയുന്ന ആളുമായിട്ട് കച്ചവടം നടത്താറുണ്ട്. ഇനി അത് മാത്രമല്ല എയുടെ ക്ലർക്കാണ്. ഇനി സി എന്ന് പറയുന്നത് ബിയുടെ ക്ലർക്കാണ്. അതുപോലെ തന്നെ ഡി എന്ന് പറയുന്നത് ആരാണ്, ഡി എന്ന് പറയുന്നത് ബിയുടെ ബ്രോക്കറുമാണ്. അപ്പം സി ഈസ് ബീസ് ക്ലർക്ക് ഹൂസ് ഡ്യൂട്ടി ഈസ് ടു എക്സാമിൻ ആൻഡ് ഫയൽ ബീസ് കറസ്പോണ്ടൻസ്. ഡി എന്ന് പറയുന്നത് ബിയുടെ ബ്രോക്കറാണ്. അപ്പോൾ ഇതെല്ലാം അപ്പോൾ ഈ പറയുന്ന ചോദ്യത്തിനകത്ത് അതായത് ബിക്ക് വേണ്ടി അയക്കുന്ന ലെറ്ററുകളെല്ലാം ആരുടെ കൈകളിലൂടെ കടന്നു പോകാറുണ്ട്, സിയുടെയും ഡിയുടെയും കൈകളിലൂടെ കടന്നു പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വരുന്ന ലെറ്ററിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് മറുപടി കൊടുക്കേണ്ടത് സിയും, അതുമാത്രമല്ല ആ പറയുന്ന ഈ ലെറ്ററിന് അനുകൂലമായിട്ടുള്ള മറ്റൊരു ബ്രോക്കറുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ എഴുതിയത് തന്നെയാണോ എന്ന് ചോദിക്കുന്നിടത്ത് ആരുടെയൊക്കെ പ്രസക്തി അല്ലെങ്കിൽ ആരുടെയൊക്കെ അഭിപ്രായങ്ങളാണ് പ്രസക്തമാവുന്നത്, ബിയുടെ അഭിപ്രായം, സിയുടെ അഭിപ്രായം, ഡിയുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾക്ക് പ്രസക്തമായിട്ടുള്ളതാണ്. പക്ഷേ എപ്പോഴെങ്കിലും ഈ ബിയും ഈ പറയുന്ന ആൾക്കാർ അപ്പോൾ എ ആർ റെലവൻറ്റ് ദോ നെയ്തർ ബി സി നോർ ഡി എവർ സോ എ റൈറ്റ്. പക്ഷേ ഇവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ എ തന്നെയാണ് അവിടെ ഇരുന്ന് എഴുതുന്നത് എന്ന് കണ്ടിട്ടില്ല. എന്നിരുന്നാലും ഇവർക്ക് എന്ത് പറയാം, ഇവർക്ക് അഭിപ്രായം പറയാവുന്നതാണ്. ഇതൊരു നല്ല പ്രോബ്ലം കൂടിയാണ്. ഓക്കെ, ഇവർ പറയുന്ന ഈ 3 പേരുടെ അഭിപ്രായം പ്രസക്തമാണ്, കോടതിക്ക് അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു ചോദ്യം വെൻ ദ കോർട്ട് ഹാസ് ടു ഫോം ആൻ ഒപ്പീനിയൻ ആസ് ടു ദ ഇലക്ട്രോണിക് സിഗ്നേച്ചർ. ഓക്കെ, ഇലക്ട്രോണിക് സിഗ്നേച്ചറുകളെ കുറിച്ച് അപ്പോൾ നമ്മൾക്കിപ്പോൾ ഫിസിക്കൽ ഫോമിൽ മാത്രമല്ല നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് സിഗ്നേച്ചർ ഇടാൻ പറ്റുന്നത്, നമ്മൾക്ക് ഇലക്ട്രോണിക് സിഗ്നേച്ചർ നമുക്ക് ഇടാവുന്നതാണ്. അപ്പം അതിന് മുമ്പുള്ള പേര് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നായിരുന്നു. സോ ആ ഇലക്ട്രോണിക് സിഗ്നേച്ചറുകളും നമ്മൾക്ക് ഓൺലൈൻ ട്രാൻസാക്ഷനുകളിനകത്തൊക്കെ ഇലക്ട്രോണിക് സിഗ്നേച്ചറുകളൊക്കെ നമ്മൾക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഈ ലൈക്ക് നമ്മുടെ ഒരു ATM കാർഡൊക്കെ ഉണ്ടെങ്കിൽ ആ ATM കാർഡിന് ഒരു പിൻ നമ്പരൊക്കെ അല്ലേ, അപ്പോൾ അതേപോലെ തന്നെയാണ് ഇലക്ട്രോണിക് സിഗ്നേച്ചറിനും
വേണം. നമ്മൾക്കത് ഇടണമെന്നുണ്ടെങ്കിൽ അതിനും ഒരു സീക്രട്ട് നമ്പറൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ മതീഷിൻ്റെ പേരിലുള്ള ഇലക്ട്രോണിക് സിഗ്നേച്ചർ തന്നെയാണോ എന്നാണ് ചോദ്യം. അങ്ങനെ വരുമ്പോൾ ഈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് ചില സർട്ടിഫയിങ് അതോറിറ്റിയാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇലക്ട്രോണിക് സിഗ്നേച്ചർ എടുക്കാമെന്നുള്ളതാണ്. സർട്ടിഫയിങ് അതോറിറ്റിയുടെ അടുത്ത് ചെല്ലുക, നമ്മൾ അതിന് റിലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻസുകൾ സബ്മിറ്റ് ചെയ്യാൻ നമുക്ക് ഒക്യൂർ ചെയ്യാവുന്നതാണ്. ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിഗ്നേച്ചർ നമുക്ക് ഒക്യൂർ ചെയ്യാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് എന്താണ് എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ളത് ഓൺലൈൻ ട്രാൻസാക്ഷൻസോ ഓൺലൈൻ ഡോക്യുമെൻസോ ഒക്കെ വരുമ്പോഴത്തേക്കിനും എന്താണ് അവിടെ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇടാവുന്നതാണ്. ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഇടാവുന്നതാണ്. ഈ പേര് മാറ്റി പറഞ്ഞാലും കുഴപ്പമില്ല, എന്നാലും ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ആ ചോദ്യം ഏതാണ്, ഇവന്മാരിത് ഈ കള്ളത്തരത്തിലുള്ളതാണെന്ന് എങ്ങനെ അറിയാം? അതായത് നമ്മൾക്ക് ആർക്ക് വേണമെങ്കിൽ ആരുടെ പേരിലും ഇത് എടുത്തുകൂടെ? അപ്പോൾ അങ്ങനെ വരാതിരിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടാകരുത്. അപ്പോൾ എന്ത് വേണം? ഒരു സർട്ടിഫയിങ് അതോറിറ്റി, ഒരു ട്രസ്റ്റഡ് തേർഡ് പാർട്ടി, ഈ പറയുന്ന സ്റ്റേറ്റിന് വേണ്ടി ആക്ട് ചെയ്യുന്ന ഒരു ഡെപ്പോസിറ്ററി പോലെ ആ സ്റ്റേറ്റിന് വേണ്ടി ആക്ട് ചെയ്യുന്ന ഈ സർട്ടിഫയിങ് അതോറിറ്റി സർട്ടിഫൈ ചെയ്യണം. ഈവൻ ഇല്ലെങ്കിൽ മതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെന്നും അയാളുടെ പേരിൽ ഈ സ്റ്റേറ്റ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇയാൾക്ക് ഈ ഒരൊറ്റ ഡിജിറ്റൽ സിഗ്നേച്ചർ, അല്ലെങ്കിൽ ഈവൻ ലോകത്തുള്ള എല്ലായിടത്തും കൊണ്ടുപോയി ഡിജിറ്റൽ സിഗ്നേച്ചറൊക്കെ പല ആൾമാറാട്ടം നടത്തി കളയും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ട്രസ്റ്റഡ് തേർഡ് പാർട്ടി ആയിട്ടുള്ള സർട്ടിഫയിങ് അതോറിറ്റികൾ എന്ത് കൊടുക്കുന്നു? ഈ സിഗ്നേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പം നമ്മൾക്ക് ISI മുദ്രയുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങാറില്ലേ? എന്തിനാണ് നമ്മൾ ISI മുദ്രയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്താണ്? അതൊരു സർട്ടിഫയിങ് അതോറിറ്റിയാണ്. അതായത് ഒരു മിനിമം സ്റ്റാൻഡേർഡ് അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ്, അതായത് സ്റ്റേറ്റിൻ്റെ ഇല്ലെങ്കിൽ ക്വാളിറ്റി പറയുന്ന ക്വാളിറ്റി ചെക്കിൽ ഇവർ പാസ്സായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സർട്ടിഫയിങ് അതോറിറ്റിയാണ്. ആ മുദ്ര കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുക ഓക്കെ ഇത് നല്ലതാണ്, നല്ല പ്രോഡക്റ്റാണ് എന്ന് നമ്മളുടെ മനസ്സിൽ എന്താണ്. അപ്പം നമുക്ക് തന്നെ ഇപ്പോൾ കൺസ്യൂമറിൻ്റെയൊക്കെ ഇത് വരുമ്പോഴത്തേക്കിന് മുദ്രയുള്ളത് നോക്കി മേടിക്കണം അങ്ങനെയൊക്കെ പറയാറില്ലേ? അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു സർട്ടിഫയിങ് അതോറിറ്റിയാണ്. അവരിത് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്, ഇല്ലെങ്കിൽ ഈ പറയുന്നത് ഇവിടെ നമ്മളുടെ സർട്ടിഫയിങ് അതോറിറ്റി ഇലക്ട്രോണിക് സിഗ്നേച്ചർ സർട്ടിഫൈ ചെയ്യുന്ന പ്രൊവൈഡ് ചെയ്യുന്ന അതോറിറ്റിയാണ്. അവരുടെ ഒപ്പീനിയൻ പ്രസക്തമാണ് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഇതാണ് ഒപ്പീനിയൻ ആസ് ടു എക്സിസ്റ്റൻസ് ഓഫ് ജനറൽ കസ്റ്റം ഓർ റൈറ്റ് വെൻ റെലവൻ്റ് എന്നുള്ളതാണ്. അതായത് എപ്പോഴാണോ നമ്മൾക്ക് ഒരു എന്തിനെക്കുറിച്ചാണ് ജനറൽ കസ്റ്റത്തെക്കുറിച്ചോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജനറൽ കസ്റ്റമോ അതായത് ഒരു അവകാശത്തിൻ്റെയോ അതല്ല എന്നുണ്ടെങ്കിൽ ജനറൽ കസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കിന് എക്സിസ്റ്റൻസ് ഓഫ് കസ്റ്റം ഒരു ആചാരത്തിൻ്റെയോ ഒരു അവകാശത്തിൻ്റെയോ ഒക്കെ അസ്തിത്വം എക്സിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവകാശത്തിൻ്റെയോ ആചാരത്തിൻ്റെയോ നമ്മൾ പറയുമ്പോൾ ആചാരത്തിൻ്റെയോ അവകാശത്തിൻ്റെയോ എന്തിനെക്കുറിച്ചാണ് അസ്തിത്വങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എപ്പോൾ പ്രസക്തമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ജനറൽ കസ്റ്റം ഓർ റൈറ്റ് എന്ന് പറയുന്നത് കസ്റ്റം ഓർ റൈറ്റ് കോമൺ ടു എനി കൺസിഡറബിൾ ക്ലാസ് ഓഫ് പേഴ്സൺ, അതൊരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണെ സംബന്ധിക്കുന്ന കസ്റ്റമാകാം. ഓക്കെ, കസ്റ്റങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ആചാരം എന്നൊക്കെ പറയുന്ന ഒരു വൈഡ് കൺസെപ്റ്റൊക്കെ തന്നെയുണ്ട്. എല്ലാ കസ്റ്റവും നമ്മൾ നിയമപ്രകാരം നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യൊന്നുമില്ല, അതിന് ചില നിയമത്തിൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ when the court has to form an opinion as to the existence of any general custom, പൊതുവായ ആചാരത്തെക്കുറിച്ചോ അവകാശത്തെക്കുറിച്ചോ കോടതിക്ക് ഫോം ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യേണ്ടി വരുമ്പോൾ ആസ് ടു ദ എക്സിസ്റ്റൻസ് ഓഫ് ഇങ്ങനെ ഒരു കസ്റ്റം ഇവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ the persons who would be likely to know its existence. അപ്പം കുറച്ച് ആൾക്കാർ പറയാണ് പണ്ടിവിടെ ഇങ്ങനൊരു ആചാരം നിലനിന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് റെലവൻ്റ് ആണ്. അപ്പം നമ്മളുടെ മനസ്സിലേക്ക് ഒരു കസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കയറി പണ്ട് സതി ഉണ്ടായിരുന്നു ഇപ്പോൾ സതി വേണം, കാരണം അത് നിയമം മൂലം നിരോധിച്ചതാണ്. ഒരു കസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ മൊറാലിറ്റിക്ക് ബാക്കി ഹ്യൂമൻ റൈറ്റ്സ് കൺസേൺ ഒക്കെ ഉള്ളതായിരിക്കണം. ഓക്കെ, അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. സോ ഇതിലേക്ക് വരുമ്പോൾ അതിനെ നമ്മൾക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. ദ റൈറ്റ് ഓഫ് ദ വില്ലേജേഴ്സ് ഓഫ് അപ്പം നമ്മുടെ കസ്റ്റം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരാചാരം എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിന് ഒന്നാമത്തെ ഒരു കാര്യം കസ്റ്റങ്ങൾ എപ്പോഴും
ടൈം ഇമ്മമോറിയൽ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് പണ്ട് കാലത്ത് എപ്പോഴോ തുടങ്ങിയ ഒരു സംഗതിയാണ്, അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നവരതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റില്ല ഇത് എപ്പോൾ തുടങ്ങി എന്നുള്ളത് എന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, ഒരു ഗ്യാപ്പില്ലാതെ അത് കണ്ടിന്യൂ ചെയ്യുകയും അത് പബ്ലിക് പോളിസികൾക്ക് എഗെയിൻസ്റ്റ് അല്ലാത്തതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഹ്യൂമൻ റൈറ്റ് വാല്യൂസിനെ വയലേറ്റ് ചെയ്യാത്തതുമായിട്ടൊക്കെ ഉള്ള എന്താണ് അത്തരത്തിലുള്ള ആചാരങ്ങളെ ശരിക്കും കസ്റ്റമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയുള്ളൂ. സോ അപ്പം നമ്മുടെ ഒരു ചോദ്യം ഇതാണ്, ദ റൈറ്റ് ഓഫ് ദ വില്ലേജേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ വില്ലേജ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വില്ലേജിലുള്ള ആൾക്കാർ ഒരു പ്രത്യേക അല്ലെങ്കിൽ അവിടെയുള്ള ഒരു കിണറിൽ നിന്നാണ് ഒരു വെള്ളം എടുക്കുന്നത്. അവർ കാലങ്ങളായിട്ട് ആ കിണറെന്ന് പറയാൻ പണ്ട് കാലത്ത് എപ്പോഴാണ് ആ കിണർ അവിടെ ഉണ്ടായെന്ന് പോലും അവർക്കറിയില്ല. അവരിങ്ങനെ വർഷങ്ങളായിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇത്രയും ജനറേഷൻസ് ആയിട്ട് അവർ അവിടെ നിന്ന് തന്നെയാണ് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചോ. ദാറ്റ് ഈസ് എ ജനറൽ റൈറ്റ്. ഓക്കെ, അതൊരു പർട്ടിക്കുലർ വെല്ലിൽ നിന്ന് വെള്ളം എടുക്കുക എന്ന് പറയുന്നത് ജനറൽ റൈറ്റാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, അങ്ങനെ ഒരു ചോദ്യം വരികയാണ്. ഇവിടെ ഇത്രയും ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിണറാണ്, അതിനകത്ത് ഒരു വിഭാഗം ആൾക്കാർക്ക് വെള്ളം എടുക്കാൻ പറ്റില്ല എന്ന് പറയും, അതല്ലെങ്കിൽ ഈ കിണറിനെ മൂടാൻ പോകുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പ്രശ്നമാണ്, ഇത്രയും ആൾക്കാർക്ക് വേറെ വെള്ളമില്ല എടുക്കാൻ, വേറെ കിണറില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഇത്രയും നാളും ഫോളോ ചെയ്തിരുന്ന ഒരു കസ്റ്റമായിരുന്നുവെന്നും അത് അവരുടെ അവകാശമായിരുന്നു എന്നും നമുക്ക് സ്ഥാപിക്കാൻ ഇതിനെക്കുറിച്ച് അറിവുള്ള ആ പ്രദേശത്ത് ഇതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ പ്രസക്തമാണ്. ഓക്കെ, അടുത്തതാണ് ഒപ്പീനിയൻ ആസ് ടു യൂസേജസ്. അതായത് ചില വഴക്കങ്ങളും ഈ യൂസേജുകളാണ് പിന്നീട് കസ്റ്റമായിട്ട് മാറുന്നത്. യൂസേജുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അത് എന്ന് തൊട്ട് തുടങ്ങിയതാണ്, നമുക്കതൊരു ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അറിയാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഒരുപാട് കാലമൊന്നും ആയിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ കസ്റ്റം അങ്ങനെയല്ല, അത് എന്നോ തുടങ്ങുന്ന ചില കാര്യങ്ങളാണ്. സോ ഒപ്പീനിയൻസ് എന്ന് പറഞ്ഞാൽ ചില യൂസേജുകൾ, ചില വഴക്കങ്ങൾ, ചില ടെനൻസ്, ചില സിദ്ധാന്തങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ചുള്ള ഒപ്പീനിയൻസ്, ഈ പറയുന്ന അഭിപ്രായങ്ങൾ എപ്പോഴാണ് പ്രസക്തമാവുന്നത്. അപ്പോൾ കോടതിക്ക് ഇതേപോലെ, അതായത് ഒരു ഫാമിലിയെ സംബന്ധിക്കുന്നതോ അവിടുത്തെ ഒരു ബോഡി ഓഫ് മെന്നിന്, ഒരു ഫാമിലി മൊത്തത്തിലോ അവിടുത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളിലോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗവേണൻസ് ഓഫ് എനി റിലീജിയസ് ഓർ ചാരിറ്റബിൾ ഫൗണ്ടേഷൻസ് എന്ന് പറഞ്ഞു, അതായത് മതസ്ഥാപനത്തിൻ്റെയോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ധർമ്മസ്ഥാപനത്തിൻ്റെയോ ആ മതസ്ഥാപനം അല്ലെങ്കിൽ ധർമ്മസ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഘടനകൾ, അതിൻ്റെ ഘടനയെ, അതിൻ്റെ ഭരണഘടന, അതേപോലെ തന്നെ ഘടനയും എങ്ങനെയാണ് അതിൻ്റെ ഗവേണൻസ്, ഭരണമൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ചോദ്യം വരുമ്പോൾ, അത് മാത്രമല്ല മീനിങ് ഓഫ് വേർഡ്സ് ഓർ ടേംസ് യൂസ്ഡ് ഇൻ എ പർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റ് ഓർ ബൈ പർട്ടിക്കുലർ ക്ലാസ് ഓഫ് പീപ്പിൾസ്, ചില പ്രത്യേക ജില്ലകളിലോ ചില പ്രത്യേക ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസോ മാത്രം ഉപയോഗിക്കുന്ന ചില ലാംഗ്വേജുകളുടെ അതിൽ വരുന്ന ചില പദപ്രയോഗങ്ങളുടെ അഭിപ്രായമോ ഒക്കെ വരുമ്പോൾ, കാരണം അത് അവിടെ മാത്രമുള്ള യൂസേജാണ്, അത് അവിടെ മാത്രമുള്ള ഒരു വഴക്കമാണ്, ഒരു സിദ്ധാന്തമാണ്. അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഇതുമായി കണക്ട് ചെയ്ത് വരുന്ന സ്പെഷ്യൽ നോളജുള്ള വ്യക്തികളുടെ അഭിപ്രായങ്ങൾ എന്താണ്, അത് പ്രസക്തമാണ്. ഇപ്പോൾ ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓക്കെ, നമ്മുടെ BK ലേണിങ്സ് എന്ന് പറയുന്ന ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കും, ഇത് എങ്ങനെ പ്രവർത്തിക്കണം, ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ നടക്കണം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കും, ഇതിനൊരു ഭരണഘടന ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഗവേണൻസുമായിട്ട് ചുമതലയുള്ള ആൾക്കാർ അവരുടെ അഭിപ്രായങ്ങൾക്കാണ് മുൻഗണന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതല്ല, ഒരു പ്രത്യേക ജില്ലയിൽ പ്രത്യേക തരം ആൾക്കാർ ഉപയോഗിക്കുന്ന ഭാഷയാണ്, ചില വാക്കുകളുടെ അർത്ഥമാണ്, കാരണം വാക്കുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ വ്യത്യാസം വരാം. അപ്പോൾ ഇതിൽ ഏത് കണ്ടക്സ്റ്റിലാണിത് പറഞ്ഞത്, ഏത് കണ്ടക്സ്റ്റിലാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് അഭിപ്രായം വരുമ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം അറിയുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയുണ്ട്, കോടതി അത് കൺസിഡർ ചെയ്യും. ഓക്കെ, അടുത്തയാണ് അടുത്തൊരു ചോദ്യമാണ് സെക്ഷൻ 44 പറയുന്നത് ഒപ്പീനിയൻ ഓൺ റിലേഷൻഷിപ്പ് വെൻ റെലവൻ്റ് എന്നുള്ളതാണ്. അതായത് ബന്ധുത്വം സംബന്ധിച്ച കാര്യങ്ങളിൽ, ബന്ധുത്വം സംബന്ധിച്ച അഭിപ്രായം, ഒപ്പീനിയൻ ഓൺ റിലേഷൻഷിപ്പ്, ബന്ധുത്വം സംബന്ധിച്ച
അഭിപ്രായങ്ങൾ എപ്പോഴാണ് എന്തുള്ളത് പ്രസക്തമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബന്ധുത്വം എന്ന് പറയുന്നത് അപ്പോൾ കോടതിക്ക് എപ്പോഴാണോ ഈ റിലേഷൻഷിപ്പുകൾ തമ്മിൽ ബന്ധുത്വത്തെക്കുറിച്ചൊരു തീരുമാനമെടുക്കേണ്ടി വരുന്നത്, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നിലനിന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നതിൻ്റെ സമയത്ത് അപ്പോൾ എന്താണ് മെമ്പർ ഓഫ് ദ ഫാമിലിയിലെയോ മറ്റേതെങ്കിലും ഇവരെ അടുത്തറിയാവുന്ന ആൾക്കാരുടെയൊക്കെ അഭിപ്രായങ്ങൾ കോടതിക്ക് റെലവൻ്റ് ആയിട്ടുള്ള പ്രസക്തമായ വസ്തുതയായിട്ട് സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, എന്നാൽ അവിടെ ഒരു എന്നാൽ ഇതും കൂടി പറയുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ such opinion shall not be sufficient to prove a marriage in the proceedings under Divorce Act 1869. 1869 വിവാഹമോചന ആക്ട് പ്രകാരം ആ ആക്റ്റിൽ പറയുന്ന വിവാഹം എന്താണ് എന്നത് തെളിയിക്കുന്നതിലോ അതല്ലെങ്കിൽ എന്താണ് BNS സെക്ഷൻ 82-84 അനുസരിച്ച് പറയുന്ന പ്രൊവിഷൻസ് പ്രൂവ് ചെയ്യുന്നതിനോ ഈ അഭിപ്രായം പോരാ, ചുമ്മാ അഭിപ്രായം പോരാ. അതിന് എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിലേഷൻഷിപ്പുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ക്വസ്റ്റ്യൻ ഇതാണ്, എയും ബിയും തമ്മിൽ എ ആൻഡ് ബി മാരീഡ് ആണോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ദ ഫാക്ട് ദാറ്റ് അപ്പം നമ്മുടെ മുന്നിൽ നമ്മൾ നോക്കുമ്പോഴെന്താണ് മതീഷ് ഒരു പെണ്ണിനെ കൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് അവർ മാരീഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ പറയുന്നു ദേ വെയർ യൂഷ്വലി റിസീവ്ഡ് ആൻഡ് ട്രീറ്റഡ് ബൈ ദ ഫ്രണ്ട്സ് ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ളത് പ്രസക്തമാണ്. അവരുടെ ഫാമിലി അത് നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷെ അവരുടെ വീട്ടിൽ അവർ അവരിങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ അച്ഛനും അമ്മയൊക്കെ അവരെല്ലാവരും ഒരുമിച്ച് തന്നെയാണല്ലോ ജീവിക്കുന്നത് എന്ന് പറയുന്നത് പ്രസക്തമാണ്. അപ്പോൾ എയും ബിയും തമ്മിലുള്ള എയും ബിയും കല്യാണം കഴിച്ചവരാണോ വിവാഹിതരാണോ എന്നൊരു ചോദ്യം വരുമ്പോൾ അത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷേ അവർ ആ വീട്ടിൽ തന്നെയാണ്, അവർ ഫാമിലി ഒരുമിച്ച് തന്നെ താമസിക്കുന്നത്. അവരുടെ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് തന്നെയാണല്ലോ ജീവിക്കുന്നത്. അവരുടെ വീട്ടിൽ ഒരുമിച്ച് തന്നെയാണ്, അവരുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെയാണ് ജീവിക്കുന്നത്. അപ്പം ആയിരിക്കും എന്നൊക്കെ പറയാണ്. ആ തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രസക്തമാണ്. അടുത്തൊരു ചോദ്യം, വെദർ എ വാസ് ദ ലെജിറ്റിമേറ്റ് സൺ ഓഫ് ബി എന്ന് പറയുന്ന ആളുടെ ബി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ നിയമാനുസൃതമായിട്ടുള്ള പുത്രനാണോ എന്നുള്ളതാണ്. ലെജിറ്റിമേറ്റ് ചൈൽഡ്, ലെജിറ്റിമേറ്റ് എന്ന് പറയുന്നത് ഒരു വാലിഡായ മാരേജിൽ നിന്നുണ്ടാകുന്ന വാലിഡ് വെഡ്ലോക്കിൽ നിന്നുണ്ടാകുന്ന കുട്ടികളെയാണ്. അതായത് വിവാഹം എന്ന് പറയുന്നത് വാലിഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ഉണ്ടാകുന്ന കുട്ടിക്ക് ലെജിറ്റിമേറ്റ് എന്ന് പറയുന്നതുള്ളൂ. ഇനി അപ്പോൾ ബിയുടെ ലെജിറ്റിമേറ്റ് ചൈൽഡ് ആണോ എ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ വസ്തുത പറയുന്നത് അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഈ കൊച്ചിനെ അവർ ട്രീറ്റ് ചെയ്യുന്നത് ആ ഫാമിലിയുള്ള മെമ്പറായിട്ട് തന്നെ, ആ കുട്ടി അവിടെ തന്നെയാണ് വളരുന്നത്. അതിന് ലെജിറ്റിമേറ്റ് ആണോ ഇല്ലെജിറ്റിമേറ്റ് ആണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയണം. പക്ഷേ ഈ പറഞ്ഞില്ലേ, ആ കുട്ടിയെ അവരുടെ വീട്ടിൽ തന്നെയാണ്, അവരുടെ സ്വന്തം മകനെ പോലെയാണ് അവർ കണക്കാക്കുന്നത് എന്ന് പറയുന്ന അഭിപ്രായത്തിന് പ്രസക്തി ഉണ്ട്. കോടതി കൺസിഡർ ചെയ്യും. അപ്പോൾ പറയത്തില്ലേ നോട്ട് ദ പോയിന്റ് എന്നാണ്, അതുപോലെ കോടതി അത് എന്ത് ചെയ്യും, നോട്ട് ചെയ്യും. അത് പ്രസക്തമാണ്, കോടതി കൺസിഡർ ചെയ്യും. ഓക്കെ, അടുത്തതാണ് ലാസ്റ്റ് ഇതാണ് നമ്മളുടെ ഗ്രൗണ്ട്സ് ഓഫ് ഒപ്പീനിയൻ വെൻ റെലവൻ്റ് എന്നുള്ളതാണ്. അതായത് ഗ്രൗണ്ട്സ് ഓഫ് ഒപ്പീനിയൻ, അഭിപ്രായത്തിനുള്ള കാരണങ്ങൾ എപ്പോഴാണ് പ്രസക്തമാകുന്നത് എന്നുള്ള ഗ്രൗണ്ട്സ് ഓഫ് ഒപ്പീനിയൻ വെൻ റെലവൻ്റ് എന്നുള്ളതാണ്. whenever the opinion of any living person is relevant. അപ്പം നമ്മളിപ്പോൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നുള്ള അഭിപ്രായത്തിനുള്ള കാരണങ്ങൾ പ്രസക്തമാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. എപ്പോഴാണോ ഒപ്പീനിയൻ ഓഫ് എനി ലിവിങ് പേഴ്സൺ ഈസ് റെലവൻറ്റ്, ദ ഗ്രൗണ്ട്സ് ഓൺ വിച്ച് സച്ച് ഒപ്പീനിയൻ ഈസ് ബേസ്ഡ് ആർ ഓൾസോ റെലവൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതായത് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിപ്രായം പ്രസക്തമായിരിക്കുമ്പോഴെല്ലാം, ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്, ഞാൻ ഈ അഭിപ്രായം പറയുകയാണ്, അപ്പോൾ ഞാൻ ആ അഭിപ്രായം പറയാനുണ്ടായ കാരണങ്ങളും പ്രസക്തമാണ്. അപ്പോൾ എനിക്ക് പണ്ടേ മതീഷുമായിട്ട് ചില ഒരു വൈരാഗ്യമുണ്ട്. അപ്പോൾ മതീഷിനെ എഗെയിൻസ്റ്റായിട്ട് ഞാൻ പറയുന്ന ഒപ്പീനിയൻസ്, മതീഷിനെ എഗെയിൻസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ചില ഒപ്പീനിയൻസ് എന്ന് പറയുമ്പോൾ അതിന് പ്രസക്തമാണ്. കാരണം എന്തുകൊണ്ടാണ്, ഞാൻ അയാളുമായിട്ടുള്ള വൈരാഗ്യത്തിൽ നിന്നുകൊണ്ടാണോ ഇത് പറയുന്നത് എന്നുള്ളത് കോടതി പരിഗണിക്കും എന്നുള്ളതാണ്. അതിന് ഇല്ലുസ്ട്രേഷൻ, ആൻ എക്സ്പെർട്ട് മേ ഗീവ് ആൻ അക്കൗണ്ട് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് പെർഫോംഡ് ബൈ ഹിം ഫോർ ദി പർപ്പസസ് ഓഫ് ഫോമിങ് ഹിസ് ഒപ്പീനിയൻ. അതായത്
ഒരു വിദഗ്ധന് അയാളുടെ അഭിപ്രായം രൂപവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളുടെയൊക്കെ ഒരു പരീക്ഷണങ്ങളുടെയൊക്കെ എക്സ്പെരിമെൻറ്റുകളുടെയൊക്കെ ഒരു വിവരണം, ആ പരീക്ഷണങ്ങളുടെ ഒരു വിവരണം നൽകാവുന്നതാണ്. അതായത് ഗ്രൗണ്ട്, എന്തുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നു, ഒരു ഒരു മർഡർ കേസിൽ ആ മർഡർ കേസിൽ എന്തുകൊണ്ടാണ് ഇയാൾ മരിച്ചത്, കൊലപാതകം തന്നെയാണ് എന്ന് കോടതി പറയാൻ, ഇല്ലെങ്കിൽ ആ പറഞ്ഞ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ അത് പറയാനുള്ള കാരണം എന്ത്? അപ്പോൾ ഡോക്ടറുടെ അഭിപ്രായം സ്വന്തമായിട്ടുള്ള അഭിപ്രായമല്ലല്ലോ. ഡോക്ടർ എന്ത് നടത്തി? പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ അനലൈസിസ് ആണ്, എന്ത് കാരണം കൊണ്ടാണ് ഇയാൾ മരിച്ചത് എന്നുള്ളത് ഒരു അനലൈസിസ് കാണില്ലേ, അതാണ് ആ കാരണം. ആ കാരണം പ്രസക്തമാണ്. ഇത് കാരണമാണ് ആൾ മരിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രസക്തമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിച്ചു വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? മൊത്തവും ഫുള്ള് പഠിച്ച 39 to 45 എന്ന് പറയുന്നത് എക്സ്പേർട്ട് ഒപ്പീനിയനുകളെ കുറിച്ചാണ്, വിദഗ്ധന്മാരുടെ അഭിപ്രായത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് വിദഗ്ധന്മാരുണ്ട്. വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളും വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങൾ റെലവൻ്റ് ആണ്, മനസ്സിലാക്കിയിരിക്കണം. കോടതിക്ക് നിയമവശങ്ങൾ മാത്രമേ അറിയുള്ളൂ. പല കാര്യങ്ങളിലും അതിൽ ചെന്നതിന് എന്തറിയില്ല. ഇപ്പോൾ ടെക്നിക്കലാണെന്നുണ്ടെങ്കിലും മെഡിക്കൽ ആണെന്നുണ്ടെങ്കിലും നിയമമല്ലാതെയുള്ള മറ്റ് കാര്യങ്ങളിൽ കോടതിക്ക് എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയൻ ആവശ്യമാണ്. അത് ഡിപ്പെൻഡ് ചെയ്യേണ്ടിയും വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഭാരതീയ സാക്ഷ്യ അധിനിയം, അത് തെളിവ് നിയമവുമായി ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് എല്ലാ പ്രൊവിഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സിലബസ് അനുസരിച്ചുള്ള എല്ലാ സിലബസ് അനുസരിച്ചുള്ള പ്രൊവിഷൻസ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ ബൈ. അങ്ങനെ നമ്മുടെ സാക്ഷ്യ അധിനിയവും നമ്മൾ വൈൻഡപ്പ് ചെയ്തിരിക്കുന്നു.